ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. SNDP യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശനെതിരായ മൈക്രോ ഫിനാൻസ് കേസ് ഭരണത്ത് വെച്ച 10 വർഷങ്ങളാണ് കടന്നുപോയത്. കേസുകളിൽ കുറ്റപത്രം വൈകിക്കുന്നതിൽ ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെ കണക്കറ്റ് വിമർശിച്ചത് കഴിഞ്ഞ ദിവസമാണ്. വെള്ളാപ്പള്ളിയെ പനയോളം ഉയർത്തിയ 10 വർഷങ്ങൾക്കിടെ വെള്ളാപ്പള്ളി നവോത്ഥാന സമിതി ചെയർമാനായി. നാടുനീളെ വർഗീയത പ്രസംഗിച്ചിട്ടും മുഖ്യമന്ത്രി കാറിൽ കയറ്റി, പട്ടും പൊന്നാടയും അണിയിച്ചു. വെള്ളാപ്പള്ളി വർഗീയ നാവുകൊണ്ടുതന്നെ മോദിയെയും പിണറായി വിജയനെയും ഒരുപോലെ പുകഴ്ത്തി. കോൺഗ്രസിൽ VD സതീശനെ ഈഴവ വിരോധിയും അഹങ്കാരിയുമെന്ന് അധിക്ഷേപിച്ചു. തിരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നായപ്പോൾ വാക്കുകൾ മയപ്പെട്ടു. മുഖ്യമന്ത്രിയായപ്പോൾ അധിക്ഷേപ നാവ് പുകഴ്ത്തലിന് വഴിമാറി. മകൻ തുഷാർ VD സതീശനെ വീട്ടിൽ ചെന്നുകണ്ട് ആശംസ പറഞ്ഞു. മതേതര വോട്ടിലെ വലിയ വിജയം തിരിച്ചറിയാത്ത ചില മന്ത്രിമാർ വെള്ളാപ്പള്ളിയെ അങ്ങോട്ട് ചെന്നുകണ്ട് അനുഗ്രഹം കുനിഞ്ഞുവാങ്ങി. ഇതിനിടയിലാണ് പഴയൊരു കേസ് പതുക്കെ പൊന്തി വന്നിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ മകനും ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ പ്രതിപട്ടികയിലുള്ള KK മഹേഷിന്റെ ആത്മഹത്യാ കേസ്. മരിക്കും മുൻപ് മൈക്രോ ഫിനാൻസ് കേസിലെ തട്ടിപ്പുകൾ തുറന്നു പറഞ്ഞ് വെള്ളാപ്പള്ളിയുടെ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് തന്നെ ഇരയാക്കിയത് വിശദമായി പറഞ്ഞുള്ള കത്ത് പൊടിതട്ടി പുറത്തെത്തിക്കുന്നതിൽ VM സുധീരൻ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ പങ്ക് എടുത്തു പറയണം. മഹേഷിന്റെ മരണവും വെളിപ്പെടുത്തലും വെള്ളാപ്പള്ളിക്ക് വലിയ വെല്ലുവിളിയാകുമോ? VDS സർക്കാർ വെള്ളാപ്പള്ളിയെ പൂട്ടുമോ? മൈക്രോ കുരുക്കോ എന്നതാണ് ചോദ്യം. SNDP യോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, അഡ്വക്കേറ്റ് S ചന്ദ്രസേനൻ SNDP യോഗം സംരക്ഷണ സമിതി ചെയർമാൻ, അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാർ SNDP യോഗം മുൻ വക്താവ്, അഡ്വക്കേറ്റ് അനിൽ ബോസ് കോൺഗ്രസ് പ്രതിനിധി, M ജയേന്ദ്രൻ ഇടത് നിരീക്ഷകർ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ പരാതിക്കാരൻ കൂടിയായ അഡ്വക്കേറ്റ് S ചന്ദ്രസേനിലേക്ക് പോവുകയാണ്. SNDP സംരക്ഷണ സമിതിയുടെ ചെയർമാനാണ്. അഡ്വക്കേറ്റ് S ചന്ദ്രസേനൻ, ഇപ്പോൾ ഈ മഹേഷിന്റെ കേസ് ആത്മഹത്യ നടന്നിരിക്കുന്നത് 2020-ലാണല്ലോ. അന്ന് തന്നെ അത് പരാതിയായി വന്നതാണ്. അന്ന് തന്നെ മഹേഷിന് എഴുതിയ വലിയ ദീർഘമായ കത്ത് അതും പുറത്തു വന്നതാണ്. അപ്പോൾ എന്താണ് ആ കേസിൽ പിന്നീട് സംഭവിച്ചത്? ഇപ്പോൾ അതിന് ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകൾ നിങ്ങൾക്ക് ലഭിച്ചോ? തീർച്ചയായിട്ടും അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ഈ KK മഹേഷിൻ്റെ ആത്മഹത്യ എന്ന് പറയുന്ന സുപ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. KK മഹേശൻ ആത്മഹത്യ ചെയ്ത് തൊട്ടടുത്ത ദിവസം അവിടെ ഒരു ശവമഞ്ച ഘോഷയാത്ര അവിടെ ശ്രീ ഋഷിയുടെയും നിഷാന്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്നു. അതിൽ പങ്കെടുക്കാൻ ഞങ്ങളവിടെ ചെന്നു. അന്ന് അവിടുത്തെ SHO ഇതൊന്നും വലിയ കാര്യമില്ല, ഇതിനൊന്നും വലിയ പ്രസക്തിയില്ല, ഈ കേസിൽ വെള്ളാപ്പള്ളിയിലേക്ക് പോകുന്ന ഒരു തെളിവില്ല എന്ന് രണ്ടാം ദിവസം ഒരു SHO പറയണമെങ്കിൽ എന്ത് കൃത്രിമമാണ്, എന്ത് സ്വാധീനമാണ് അവിടെ നടന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ആ സാഹചര്യത്തിലാണ് ഈ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ മഹേഷിൻ്റെ ആത്മഹത്യയും ആ ആത്മഹത്യാ കുറിപ്പിലടങ്ങിയിരിക്കുന്ന വിഷയങ്ങളെ പറ്റിയും അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പോലീസിൽ പോയി. KK മഹേഷിൻ്റെ ഭാര്യ ഒരപേക്ഷ കൊടുക്കുന്നു. ആ അപേക്ഷ കൊടുത്തിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ആ സമയത്താണ് ബഹുമാന്യനായ ശ്രീ VM സുധീരൻ ആ വീട് സന്ദർശിക്കുന്നു. ആ വീട് വന്നതിന് ശേഷം VM സുധീരൻ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് അയക്കുന്നു. ഉഷാദേവിയും അവരുടെ കുടുംബാംഗങ്ങളും മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുന്നു. സംഗതി ഗൗരവമാണ്, പ്രശ്നമാകും എന്ന് കണ്ടുകൊണ്ട് തണുപ്പിക്കാൻ ഹർഷിത അട്ടല്ലൂരിയെ അന്വേഷണ ഉദ്യോഗസ്ഥയായി നിയമിക്കുന്നു. അവർ അൺനാച്ചുറൽ ഡെത്തിന് FIR ഇട്ടിട്ട് അന്വേഷണം നടത്താൻ വന്നിട്ട് അവർ യാതൊരു അന്വേഷണം നടത്തിയില്ല എന്ന് മാത്രമല്ല, ആ സ്പോട്ടിൽ പോലും ആ കണിച്ചുകുളങ്ങര മേഖലയിൽ ആ ഹർഷിത അട്ടല്ലൂരി എത്തിയില്ല. പകരം തെളിവില്ല എന്ന് ആദ്യമേ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ അവിടെ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ കണ്ടത്. മാത്രവുമല്ല, അവർ അന്വേഷണം നടത്തിയത് എവിടെയാണ്? KK മഹേശന് എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, KK മഹേശൻ എത്ര സ്വത്ത് സമ്പാദിച്ചു, ഇതാണ് അവിടെ അന്വേഷണം നടന്നത്. അപ്പോൾ യാതൊരു അന്വേഷണം നടത്താൻ വന്നപ്പോഴാണ് KK മഹേശൻ്റെ ഭാര്യ ഒരു പരാതി അവിടെ കോടതി കൊടുക്കുന്നത്. ആ കോടതി കൊടുക്കുമ്പോൾ കോടതി അവിടെ സ്വാധീനം വന്നതിൻ്റെ ഫലമായി അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് 156 കോടതിയിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുന്നതിന് പകരം കോടതിയിൽ അത് വിചാരണ ചെയ്യാം. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആ സമയത്താണ് ഞങ്ങൾ മുൻകൈയെടുത്ത്
ഉഷാദേവിയെ കൊണ്ട് ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. ഹൈക്കോടതിയിൽ നിന്നാണ് FIR ഇടാൻ നിർദ്ദേശം വരികയും FIR ഇടുകയും ചെയ്തു. ആ FIR ഇട്ടതിന് ശേഷം യാതൊരു രീതിയിലുള്ള അന്വേഷണം നടന്നില്ല. അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ന് ഈ പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആത്മഹത്യക്ക് ശേഷം അവിടെ നിന്ന് കുറേ ഡോക്യുമെൻറ്റ്സ് അവിടെ സീസ് ചെയ്തു. അവിടെ അതിനുശേഷം ചേർത്തല SNDP യൂണിയൻ ഓഫീസിൽ നിന്നും രേഖകൾ സീസ് ചെയ്തു. ഈ രേഖകൾ മുഴുവൻ പരിശോധിച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ്റെ പൂർണ്ണമായ പങ്ക്, കള്ളപ്പണ ഇടപാട്, രാജ്യദ്രോഹ കുറ്റം, അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തു വന്നിരുന്ന മുഴുവൻ ക്രിമിനൽ കുറ്റങ്ങളുടെയും ഒരു പരമ്പര, 100 കണക്കിന് കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടും. ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുമ്പോൾ മരണത്തിന് തൊട്ട് മുൻപ് എഴുതി വെച്ചത് ഇതാണ് കാരണക്കാർ എന്ന രൂപത്തിലുള്ളതല്ല. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വെള്ളാപ്പള്ളിയോട് തിരുത്തലുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം താൻ കടന്നുപോയ സാഹചര്യങ്ങൾ, അത് ദീർഘമായി എഴുതിയിരിക്കുന്ന ഒരു ചെറിയ കത്തല്ലല്ലോ, ഒരു അട്ടിപ്പേജുണ്ട്, അത്രയും കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. അതിൽ തന്നെ ഏതൊക്കെ കാര്യങ്ങളിൽ അദ്ദേഹത്തെ ബിനാമിയാക്കി, അദ്ദേഹത്തിന്റെ അറിവോ താല്പര്യമോ ഇല്ലാതെ ബിനാമിയാക്കിയെന്നും ചില കേസുകളിൽ അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചതുമൊക്കെ വലിയ രീതിയിൽ തുറന്നു പറയുന്നുണ്ട്. ഇതൊന്നും തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചില്ല എന്നാണ്. ഈ കത്ത്, ഈ പുറത്തു വന്നിരിക്കുന്ന കത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടേ ഇല്ലേ ശ്രീ ചന്ദ്രസേനൻ? അവരെ പരിശോധിച്ചില്ല എന്ന് മാത്രമല്ല, 14/5/2020 എഴുതിയ, ആ മരണത്തിന് മുമ്പ് എഴുതിയ ആ കുറിപ്പടിയിൽ ഒരു വിഷയവും അന്വേഷിച്ചില്ല. വേണ്ട. അതിനുശേഷം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവിടുത്തെ ലെറ്റർ ഹെഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ പീഡനം അനുഭവിക്കുന്ന SNDP യൂണിയൻ്റെ ഭാരവാഹികൾക്ക് വേണ്ടി എൻ്റെ ജീവിതം ഹോമിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ സാഹചര്യത്തിൽ ഇതിനെപ്പറ്റി വീണ്ടും ഞങ്ങളുടെ അന്വേഷണം വന്നപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായ ഒരു കാര്യം മനസ്സിലായത്, ആ വീട്ടുകാർക്ക് മനസ്സിലായത്, അന്ന് ആ മൃതദേഹത്തിൽ നിന്നും ഒരു കത്ത് കൂടി ഉണ്ടായിരുന്നു. ആ കത്ത് എവിടെ പോയി? ആ കത്തിൽ വെള്ളാപ്പള്ളി നടേശനിലേക്ക് എത്തുന്ന പൂർണ്ണമായ വിവരമുണ്ടെന്നാണ്. ആ കത്ത് നശിപ്പിക്കപ്പെട്ടു. അതിൻ്റെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നശിപ്പിച്ചു എന്നുള്ളതിന് വ്യക്തമായ കാരണമാണ്. അന്ന് തൊട്ടടുത്ത ദിവസം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തെളിവില്ല എന്ന് ആ ഉദ്യോഗസ്ഥനാണ് പറയുന്നത്. ആ ഉദ്യോഗസ്ഥനിൽ നിന്നും അന്വേഷണം ആരംഭിക്കണം. അന്ന് അവിടെ ഇരുന്ന SHO ആരാണെന്ന് അന്വേഷിക്കണം. അന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മാത്രമേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ ആ കണിച്ചുകുളങ്ങര മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിൽ നടക്കൂ. മാരാരിക്കുളം പോലീസ് സ്റ്റേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി 20 ലക്ഷം രൂപ വെള്ളാപ്പള്ളി നടേശനാണ് ഇവിടെ ചെലവഴിച്ചത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് വേണ്ടി ഒരു പോലീസ് സ്റ്റേഷൻ, വെള്ളാപ്പള്ളി നടേശന് വേണ്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, വെള്ളാപ്പള്ളി നടേശന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനും പോലീസ് സംവിധാനവും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ എവിടെയൊക്കെ ഏതെല്ലാം പോലീസ് സ്റ്റേഷനിൽ വെക്കണം, ഉദ്യോഗസ്ഥന്മാരെ വെക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു കുറിപ്പുമായി കേരളത്തിലെ മന്ത്രിമാരുടെ തിണ്ണ നിരങ്ങുന്നു എന്നുള്ള വിവരം ഞങ്ങൾക്കറിയാം. അങ്ങനെ തിണ്ണ നിരങ്ങി, അങ്ങനെ സ്വാധീനത്തിന്റെ വഴങ്ങി ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചാൽ ഗുരുതരമായ പ്രതിസന്ധി ഈ ഗവൺമെന്റിന്റെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർക്കുണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, ഞാൻ നിലവിലെ സർക്കാർ, നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വന്നാലോ, സർക്കാർ എന്തു ചെയ്യാൻ പോകുന്നു എന്നുള്ളതിന്റെ കാര്യങ്ങൾ കൂടി അറിയാമല്ലോ. അഡ്വക്കേറ്റ് അനിൽ ബോസിലേക്ക് ഞാൻ പോവുകയാണ്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇപ്പോൾ വെള്ളാപ്പള്ളി സംരക്ഷണ സമിതിയായി കഴിഞ്ഞ സർക്കാർ പ്രവർത്തിച്ചു എന്ന രൂപത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. പല കേസുകളുണ്ട്. മൈക്രോ ഫിനാൻസ് കേസുണ്ട്, ഈ മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസുണ്ട്, വേറെയും പല കേസുകളുമുണ്ടല്ലോ. ഇപ്പോൾ മൈക്രോ ഫിനാൻസ് കേസിൽ കുറ്റപത്രം വൈകുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ നിന്നും അതിരൂക്ഷ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത്. ഇപ്പോൾ ഇതാ മഹേഷിന്റെ കേസ് അന്വേഷണം വേണമെന്ന VM സുധീരൻ, കോൺഗ്രസിലെ മുതിർന്ന നേതാവ് തന്നെ അതിൽ ചില ഇടപെടലുകൾ നടത്തുന്നതായിട്ടുള്ള വാർത്തയാണ് ഞങ്ങൾ ഇന്ന് ബ്രേക്ക് ചെയ്തത്. അങ്ങേക്ക് ഇതിൽ എന്ത് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും? അതായത് ഈ അന്വേഷണം മുന്നോട്ട് പോകുമോ? ഈ മഹേഷിന്റെ കുടുംബത്തിന് ഈ സർക്കാരിനെ വിശ്വസിക്കാമോ? നിശ്ചയമായും കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ നടന്നിട്ടുള്ള നടപടിക്രമങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് നല്ലതുപോലെ അറിയാം. ആ ദുർഘടമായ പ്രതിസന്ധികളിൽ നിന്നും അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ പൊതുസമൂഹം നമുക്ക് വോട്ട് ചെയ്തത്. ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇവിടെ ശ്രീ VM സുധീരൻ പരാതി കൊടുത്തില്ല, അതല്ല. ഏതൊരു വ്യക്തി പരാതി കൊടുത്താലും ഈ വിഷയത്തിലെന്നല്ല, ഏതൊരു വിഷയത്തിലും കൃത്യമായ ഇടപെടൽ നടത്തുമെന്നുള്ള കാര്യത്തിൽ 1% പോലും ആർക്കും തർക്കം വേണ്ട. വളരെ കൃത്യമായ ഇടപെടൽ ഉണ്ടാവും. ഞാൻ ഇന്ന്
മനസ്സിലാക്കുന്നത് ബഡ്ജറ്റിന്റെ പണിപ്പുരയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ ടേബിളിലേക്ക് ഈ ഫയൽ എത്തിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓഫീസിൽ നിന്ന് കിട്ടുന്ന വിവരം ഇന്ന് അവിടം വരെ എത്തിയിട്ടില്ല. ഒഫീഷ്യലായ പ്രോസസ് ഉണ്ടല്ലോ, നേരിട്ട് മുഖ്യമന്ത്രിക്കല്ലല്ലോ ഈ ഇതിന്റെ ബാക്കി കാര്യങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ ചെയ്യുന്നതിന് ഫയലും മറ്റ് നടപടിക്രമങ്ങളും ആകണം. അതിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും വിശദമായ അന്വേഷണം ഉണ്ടാവും. അത് അന്വേഷണം ഉണ്ടാകണമെന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങൾ, എല്ലാ വിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ ഇത്. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പല സന്ദർഭങ്ങളിലും ശ്രീ BM സുധീരൻ മാത്രമല്ല, ഒരുപാട് ഈ ജില്ലയിലെ പൊതുപ്രവർത്തകർ, അതുപോലെ SNDP യോഗവുമായി ബന്ധപ്പെട്ട് അകത്തും പുറത്തും നിന്ന് പ്രവർത്തിക്കുന്നവർ ഒക്കെ തന്നെ ഉയർത്തുന്ന ആവശ്യം. അത് മാത്രമല്ല, മരണപ്പെട്ട വ്യക്തിയുടെ ഭാര്യ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം, മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പുമുണ്ട്. അന്നൊന്നും ഒരു പരിഗണനയും ഉണ്ടായില്ല എങ്കിൽ നിശ്ചയമായും ആ കുടുംബത്തിന് ഒരു സംശയം വേണ്ട. പ്രതിയെ തൂക്കിക്കൊല്ലുമോ ഇല്ലയോ, ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ഇന്നയാൾ പ്രതി എന്നൊന്നും പറയാൻ ഞാനില്ല. പക്ഷെ ഒന്ന് ഞാൻ അങ്ങനെ പറയേണ്ട കാര്യമില്ല. പക്ഷേ അഡ്വക്കേറ്റ് അനിൽ ബോസ്, വെള്ളാപ്പള്ളിക്കെതിരായ കുറ്റപത്രം എന്ന രൂപത്തിൽ പറയാവുന്നതാണ് ഈ മഹേഷിന്റെ കത്ത്. അങ്ങ് അത് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അത് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതായിരുന്നു. അത് ദീർഘമായ കത്ത് എന്നുള്ളതല്ല, ഒരു വലിയ ഒരു പരമ്പരയായി തന്നെ വായിക്കാവുന്ന കാര്യങ്ങളാണ്. 10-30 വർഷക്കാലം വെള്ളാപ്പള്ളി നടേശന് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയ കാലം മുതൽ അദ്ദേഹം ഏതൊക്കെ കാര്യങ്ങളിൽ ഭാഗമായിരുന്നു, അദ്ദേഹം എത്രത്തോളം ആത്മാർത്ഥമായി പണിയെടുത്തു, പിന്നീട് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ത്, അവിടെ വെള്ളാപ്പള്ളി നടേശനും മകനും ചെയ്ത കാര്യങ്ങളെന്ത്, വെള്ളാപ്പള്ളി നടേശന്റെ കൂട്ടാളികളായി നിൽക്കുന്ന ആളുകൾ ചെയ്ത കാര്യങ്ങളെന്ത് എന്ന് പേരും ഈ പറഞ്ഞ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കണക്കുകൾ അടക്കമുള്ള കാര്യങ്ങളാണ് ഈ കത്തായി പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ആരെയും പേരെടുത്ത് പറയാനില്ല എന്ന് പറയും. പേരുണ്ട് അവിടെ, അത് വെള്ളാപ്പള്ളി നടേശനാണ്. ഈ കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞ സർക്കാർ സംരക്ഷിച്ച നേതാവാണ്. അപ്പോൾ നേതാവ് അവിടെ നിൽക്കുന്നു, ആ നേതാവിനെ തൊടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഞാൻ പറഞ്ഞത് സ്മൃതി തെറ്റായി വ്യാഖ്യാനിക്കേണ്ട. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നിലവിൽ മഹേശന്റെ മരണം അന്വേഷിക്കണമെന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പൊതുസമൂഹത്തിന്റെയും ആവശ്യമാണ്. ഇതിനു മുമ്പും പലവട്ടം ഈ വിഷയം പൊതുപ്രവർത്തകർ ഉയർത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയിട്ടുണ്ട്. അതിന്റെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് തന്നെ BM സുധീരൻ ആ കാര്യത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അന്നൊന്നും നീതിപൂർവമായ ഒരു കാര്യം ഉണ്ടായില്ലല്ലോ. അപ്പം നിലവിൽ ആ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിട്ടുള്ള പേജുകൾ, അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം, കിട്ടിയ പരാതിയിന്മേൽ നാളിതുവരെ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആശയക്കുഴപ്പം അല്ലെങ്കിൽ സംശയം, പിന്നെ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും മകനുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ ഉയർന്നിട്ടുള്ള ആക്ഷേപങ്ങൾ, അത് പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഏറിൽ നിൽക്കുകയാണ്. അത് രേഖകളിൽ ഉണ്ടെന്നാണ് ഇപ്പം ചന്ദ്രസേൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇടപെടുന്ന ആളുകളാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ എനിക്കും അറിയാം. എനിക്ക് മഹേശനെ നേരിട്ട് അറിയുന്നയാളാണ്. മഹേശനും SNDP ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ബന്ധം എനിക്കറിയാവുന്നയാളാണ്. അതിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷെ ആ വിഷയത്തിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ അത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടത് ആരാണ്? ഈ ചർച്ചയിൽ ഈ പാനലിരിക്കുന്ന നമ്മളാണോ? അല്ലല്ലോ. അപ്പൊ അത് അന്വേഷിക്കേണ്ടത് ശക്തമായൊരു പോലീസിന്റെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് അന്വേഷിക്കണം. ആ കാര്യത്തിൽ തർക്കമില്ലാണ്. അത് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതിനുശേഷമാണ് പ്രതിയാര്, ഇന്നയാൾ ചെയ്തിട്ടുണ്ടോ ഈ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും ഒരു വിട്ടുവീഴ്ചയും ഒരു പക്ഷപാതിത്വവും ഇന്നലകളിൽ കേരളത്തിൽ 10 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ചെയ്ത ഒരു പക്ഷപാത സമീപനവും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനിൽ നിന്നോ കേരളത്തിലെ UDF സർക്കാരിൽ നിന്നോ ഉണ്ടാവില്ല. ആ കാര്യം ആ കുടുംബത്തിന്, പൊതുസമൂഹത്തിന് ഉറപ്പു നൽകുന്നതിൽ എനിക്കൊരാശങ്കയുമില്ല. ശരി, ശ്രീ M ജയേന്ദ്രൻ, ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്ത എന്നുള്ളത് വെള്ളാപ്പള്ളി പിണറായി സർക്കാരിന്റെ പരാജയത്തിന് എത്രത്തോളം കാരണമായി എന്നുള്ള CPM-ന്റെ തന്നെ വിലയിരുത്തലാണല്ലോ. CPM സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാത്തത് വീഴ്ചയായി എന്നുള്ളതാണ്. ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തി അതിലേക്ക് വെള്ളാപ്പള്ളിയെ ക്ഷണിച്ചത് ജനം തെറ്റിദ്ധരിക്കുന്ന രൂപത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ വെള്ളാപ്പള്ളി എത്രത്തോളം ഒരു പ്രധാന ഘടകമായി ഈ പരാജയത്തിന് എന്ന വിലയിരുത്തലേക്ക് പാർട്ടി തന്നെ എത്തുന്ന ഒരു പ്രത്യേക സന്ദർഭം കൂടിയാണുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം വെള്ളാപ്പള്ളിയെ എന്തിന് സംരക്ഷിച്ചു എന്നൊരു ആത്മപരിശോധന CPM നടത്തുമോ ശ്രീ ജയേന്ദ്രൻ? CPM ആണോ സംരക്ഷിച്ചത് എന്നുള്ള ഒരു പരിശോധനയും ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ നടത്തുന്നത് നല്ലതാണ്. ഞാനത് പറയാൻ കാരണം, ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് എന്ന പ്രശ്നം അതൊരു പരാതിയായിട്ട് ഉത്ഭവിക്കുന്നത് തന്നെ VS ആ പരാതി കൊടുക്കുന്നത് കൊണ്ടാണ്. VS ആ പരാതി കൊടുക്കുന്നത് 2015 ഒക്ടോബറിലാണ്. അന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഉമ്മൻചാണ്ടിയാണ്, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. ഒരു മാസം കഴിഞ്ഞു ആ പരാതി
ഫ്രീസറിലിരുന്നു. പിന്നെ അദ്ദേഹം VS നേരെ വിജിലൻസ് കോടതിയിലേക്കാണ് പോകുന്നത് പരാതിയുമായിട്ട്. പിന്നെ അതിന്റെ തുടർ നടപടികളുണ്ട്. VS പരാതി കൊടുക്കുമ്പോഴും അതിനുശേഷവും ഒക്കെ കഴിഞ്ഞിട്ട് 2016 മെയ്യിലാണല്ലോ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത്. അപ്പോ എന്തായിരുന്നു അന്നത്തെ പരാതി മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് എന്നുള്ളതായിരുന്നു. അന്ന് അതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു പിന്നെ SNDP നേതൃയോഗത്തില് വെള്ളാപ്പള്ളിയായിരുന്നു, സംശയമില്ല. പക്ഷെ മറുഭാഗത്ത് വേറൊരാളുണ്ട്, പിന്നോക്ക സമുദായ കോർപ്പറേഷൻ ചെയർമാൻ, അങ്ങനെ ഒരാളില്ലേ, മോഹൻ ശങ്കർ. അദ്ദേഹത്തിന്റെ കാലത്താണല്ലോ പിന്നോക്ക സമുദായ കോർപ്പറേഷൻ വിവിധ ബാങ്കുകളിൽ നിന്ന് കേരളത്തിലാകമാനമുള്ള SNDP ശാഖകൾക്ക് മൈക്രോ ഫിനാൻസ് വായ്പകൾ തരപ്പെടുത്തി കൊടുത്തത്. അവിടെയാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടന്നത്. ആ തട്ടിപ്പിന്റെ പീഡനം, മാനസിക പീഡനം സഹിക്കവയ്യാതെയാണ് KK മഹേശൻ ആത്മഹത്യ ചെയ്യുന്നത്. അതിന്റെ വിവിധ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളോട് ചർച്ച ചെയ്യേണ്ടതില്ല. ഈ ചർച്ച അതിന്റെ സമയം പര്യാപ്തവുമല്ല, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ടാണ് വരുന്നതും നിലനിൽക്കുന്നതും ഒക്കെ. ഒടുവിൽ ഇപ്പൊ ഈ വർഷം ഫെബ്രുവരി 26-നോ 25-നോ ആണ് വെള്ളാപ്പള്ളിയെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് മൊഴിയെടുക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച്. അന്നിപ്പോഴത്തെ ഗവൺമെന്റ് അല്ല. അത് കഴിഞ്ഞ് മെയ് മാസം 20-ാം തീയതി ജസ്റ്റിസ് ബദറുദ്ദീൻ പറയുന്നുണ്ട്, ആ കേസ് പരിഗണിക്കുന്ന വേളയിൽ ജൂൺ മാസം 20-ന് മുമ്പ് ചാർജ് ഷീറ്റ് സമർപ്പിക്കണം. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണത്. ഈ മാസം 20-ന് മുമ്പോ 20-നോ ചാർജ് ഷീറ്റ് സമർപ്പിക്കണം ഈ കേസിൽ എന്ന് വരെ പറഞ്ഞിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പൊ ഉള്ളത്. അത് മാത്രമല്ല, ഒരു പരാമർശം കൂടിയുണ്ട്, ഇടപെടുകയാണെന്ന് കരുതരുത്, ഒരു പരാമർശം കൂടിയുണ്ട്. ഈ അന്വേഷണം കുറ്റപത്രം വൈകുന്നതിന് കാരണം പ്രതിയുടെ പേരിലുണ്ട് എന്നൊരു പരിഹാസം കൂടി ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അല്ല, കുറച്ചുകൂടെ കടുപ്പിച്ചാ പറഞ്ഞത്. ആ പ്രതിയുടെ പേര് വായിച്ചാൽ മതിയല്ലോ, മനസ്സിലാവുമല്ലോ എന്താണ് അന്വേഷണം അഴിഞ്ഞത് എന്നാണ് പ്രയോഗിച്ചത് ബദറുദ്ദീന്റെ പരാമർശം. അപ്പൊ ആ നിലയ്ക്കുണ്ട്. അപ്പൊ ഇത് പല കാലഘട്ടങ്ങളിലൂടെ പല വർഷങ്ങളിലൂടെ ഇങ്ങനെ വരികയാണല്ലോ. ഇങ്ങനെ വന്ന് അത് അവസാനം എത്തി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ്. അതിനി VM സുധീരന്റെ കത്തിന്റെ പേരിലാണോ ഇതെന്തെങ്കിലും തീരുമാനിക്കാൻ പോകുന്നത്? ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ സംഭവിക്കുമെന്ന്. VM സുധീരൻ കത്തെഴുതി കൊടുത്തതുകൊണ്ട് പുതിയ ഗവൺമെന്റ് പുതിയതായിട്ട് എന്തെങ്കിലും ഫ്രെയിം ചെയ്ത് പോകുമെന്നോ, ഇനി പുതിയൊരു SIT ഉണ്ടായാൽ പോലും ബുധനാഴ്ച ക്യാബിനറ്റിൽ ഒരു പുതിയ SITക്ക് തീരുമാനിക്കുന്നുണ്ടെന്നും ഷൗക്കത്ത് ആയിരിക്കും അതിനെ നയിക്കുന്നതെന്ന് കേൾക്കുന്നുണ്ട് വാർത്തകളിൽ. അതെന്തോ ആവട്ടെ, പുതിയ SITയും വരട്ടെ, അതിലൊന്നും തർക്കമില്ല. പക്ഷേ അത് VM സുധീരന്റെ താല്പര്യങ്ങൾക്കകത്ത് മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അതൊന്നും ഞാനിവിടെ ഈ ചർച്ചയിൽ പറയുന്നില്ല. അതും ഇരിക്കട്ടെ. പക്ഷെ എനിക്ക് അനിൽ ബോസ് വെള്ളാപ്പള്ളി യുദ്ധം പ്രഖ്യാപിച്ച ചില രാഷ്ട്രീയ നേതാക്കളിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് VM സുധീരനാണ്. VM സുധീരനെ പരാജയപ്പെടുത്താൻ അദ്ദേഹം നടത്തിയ പ്രചാരണങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അങ്ങനെ പല നേതാക്കളും പരാജയപ്പെടണം എന്ന ആഗ്രഹത്തോടെ അദ്ദേഹം പ്രചാരണം നടത്തിയപ്പോൾ ആ നേതാക്കളെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊരാളാണ് VM സുധീരൻ. അങ്ങിപ്പോൾ രഹസ്യമാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. VM സുധീരൻ നല്ല ധാർമ്മികത ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് കേരള സമൂഹം കാണുന്നത്. അങ്ങനെ ഒരു നേതാവിന് മുന്നിലേക്ക് ആ പരാതി വരുമ്പോൾ അത് ഒന്ന് അന്വേഷിക്കണമെന്നൊരു പക്ഷേ ആ കുടുംബം ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുന്ന ഈ സർക്കാരിനോട് അദ്ദേഹത്തിന് അത് ആവശ്യപ്പെടാമല്ലോ സ്വാഭാവികമായി. അല്ല, താങ്കൾ ആവശ്യമില്ലാത്ത ഇന്റർപ്രിട്ടേഷൻ നടത്തിയ VM സുധീരന്റെ പേര് രഹസ്യമാക്കി ഞാൻ വെച്ചില്ലല്ലോ. ഞാൻ ആ കാര്യങ്ങള് അതിനുള്ള സമയം ഈ സമയം പര്യാപ്തമല്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ ചുരുങ്ങിയ 1 മണിക്കൂർ കൊണ്ട് അത് പറഞ്ഞു തീർക്കാൻ കഴിയും. കാര്യം ഇത്രയും പാനലിസ്റ്റുകളുണ്ട്, അവർക്ക് സംസാരിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ സുധീരനെ തോൽപ്പിക്കാൻ വെള്ളാപ്പള്ളി ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ട് സുധീരൻ ശ്രമിച്ച വേറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടെന്നേ, അതില്ലാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടായിക്കോട്ടെ. ഞാൻ പറഞ്ഞത് ഗവൺമെന്റിന്റെ മുമ്പിലുള്ള വിശാലമായ ഒരു താല്പര്യം, ആ താല്പര്യമാണ് വരേണ്ടത്. ആ താല്പര്യം നന്നായിട്ട് തന്നെ വരട്ടെ. അവർക്ക് മഹേശന്റെ ഭാര്യയ്ക്കും ആ കുടുംബത്തിനും കിട്ടേണ്ട നീതി, അർഹിക്കുന്ന നീതി കിട്ടട്ടെ. ഈ കേസിൽ ആരൊക്കെയാണോ പ്രധാനപ്പെട്ട കുഴപ്പക്കാരായി വന്നിട്ടുള്ളത് ഇത്രയും വർഷങ്ങളിൽ 2015 മുതൽ 2011 മുതലാണ് ആ സംഭവം തുടങ്ങുന്നത് തന്നെ. ഇപ്പൊ 2015 മുതൽ മഹേശൻ മരിച്ചത് 2020-ലാണ്. വായ്പ ഏതാ 2020-ലാണ് മരണം. അതെ. അല്ല, 48 മാസത്തെ വായ്പ 24 മാസം കൊണ്ട് പിരിച്ചെടുത്തിട്ട് ബാക്കി 2 വർഷം
ഈ പണം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്ന പ്രശ്നം അടക്കം ചേർത്തല യൂണിയനിലെ പ്രശ്നം സൂചിപ്പിച്ച 6.5 കോടി രൂപ, അങ്ങനെ പല വിഷയങ്ങളുണ്ട്. എനിക്കറിയാവുന്ന നേരിട്ടറിയാവുന്ന തന്നെ വിഷയങ്ങളുണ്ട്. പക്ഷെ അതൊന്നും എല്ലാം ഇവിടെ പറയാൻ കഴിയുന്നില്ല. ഞാൻ ചോദിച്ചത് അനിൽ ബോസിനോട് എനിക്കൊരു ചോദ്യമുണ്ട്. പിന്നെ പ്രിയപ്പെട്ട അനിൽ ബോസ്, പിന്നെ നിങ്ങളുടെ ഈ കോൺഗ്രസിന്റെ UDFന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണല്ലോ ഇവിടെ വന്ന് തൊഴുതു വന്നിച്ചത്, കണിച്ചുകുളങ്ങരയിൽ വെള്ളാപ്പള്ളി നടേശനെ. അത് പിന്നെ ഇത്രത്തോളം നീതിബോധത്തോടെ മുമ്പോട്ട് പോകുന്നു എന്ന് താങ്കൾ പറഞ്ഞ ആ സംവിധാനത്തിൽ എന്താണ് ഇങ്ങനെ ഈ നീതിബോധമാണോ നീതി നിഷേധമാണോ എന്നൊക്കെ താങ്കൾ തന്നെ പറയുന്നതല്ലേ ഉചിതം. അപ്പൊ ആ ഒരു സംഗതിയും കൂടെ നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട് കേട്ടോ. ഹാപ്പി ക്ഷീര ഡേയോ അതെ, ആ ചോദ്യം ഉന്നയിച്ചപ്പോൾ ക്ഷീരസംരക്ഷണ ദിനാശംസകളാണ് മന്ത്രി നേർന്നത്. അതെ, ദിനാശംസകൾ എന്നൊക്കെ പറയാൻ മാത്രം ഉളുപ്പില്ലാത്ത വിധം പറഞ്ഞ ഭരണാധികാരിയാണ് അവർ. മന്ത്രി എന്ന് പറയുന്നത് ഭരണാധികാരിയാണല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ മന്ത്രിസഭയിൽ നിന്നാണ് താങ്കൾ പറയുന്ന ഈ വിപുലമായ ജനാധിപത്യ അവകാശം സംരക്ഷിച്ച കുടുംബത്തിന് കൊടുക്കും എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം പുതിയ ഗവൺമെന്റിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകുമ്പോൾ ഞാനത് വിശ്വസിക്കാൻ മറ്റൊരു കാരണമുണ്ട്. അന്നത്തെ ആഭ്യന്തരമന്ത്രി തന്നെയായിരുന്നു VS പരാതി കൊടുക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയായ വ്യക്തി തന്നെയായിരുന്നു ഇന്നും ആഭ്യന്തരമന്ത്രി. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്നൊരു പിന്നെ എളുപ്പമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഞാനതിൽ ഒരു പ്രത്യാശ. മാറുമാറിൽ സ്വാധീനം ചെലുത്താനുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് ഏതെങ്കിലും തരത്തിൽ അന്വേഷണങ്ങളെ ബാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ നിരന്തര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. ഒപ്പം തന്നെ ഞാൻ ഇതുവരെ പോയിട്ടില്ല അഡ്വക്കേറ്റ് KM സന്തോഷിലേക്കും. അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, ഇപ്പോൾ ഈ കേസിൽ ഒരു പുനരന്വേഷണം സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയാണോ അങ്ങേക്കുമുള്ളത്? ഇപ്പോൾ മൈക്രോ ഫിനാൻസ് കേസും അടക്കം മുന്നോട്ട് പോകും, വേഗം കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. അത് കോടതിയിൽ നിന്ന് വിമർശനങ്ങൾ വന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ അതിലൊരു വേഗം പ്രതീക്ഷിക്കാമോ? ഞങ്ങൾ ശുഭപ്രതീക്ഷയിലാണ്. ഈ IPSകാരിയെ സ്പെഷ്യൽ അന്വേഷണ ഉദ്യോഗസ്ഥയായിട്ടൊക്കെ നിയോഗിച്ച് കണ്ടപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ അന്വേഷണം നടക്കും എന്നൊരു പ്രതീക്ഷ അന്നുണ്ടായിരുന്നു. പക്ഷേ അത് മല എലിയെ പ്രസവിച്ച പോലെയായി. ഈ പല അട്ടല്ലൂരിമാർക്കും നട്ടല്ലില്ല എന്ന് തോന്നിപ്പോവും. IPSൻ്റെ ബലമുണ്ടെങ്കിൽ പോലും ഈ നട്ടലിന് ബലമില്ലെന്നുണ്ടെങ്കിൽ വലിയ വിഷമമാണ്. നട്ടല് വാഴപ്പിണ്ടിയായി പോകുന്ന അവസ്ഥയിലാണ്. ഏതാണ്ട് 6 കൊല്ലമായിട്ട് ആ കേസിനെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു അന്വേഷണവും നടത്താതെ അതിൻ്റെ ഫയലുകൾ നല്ല സുഷുപ്തിയിൽ ഇരുന്നു പോവുക എന്നൊക്കെ പറയുന്നത്, രാഷ്ട്രീയ ഇച്ഛാശക്തി ഉള്ള നേതൃത്വമില്ലെങ്കിൽ ഇങ്ങനെ തന്നെ നടക്കും. ഭരണ നേതൃത്വത്തിന് അതിനാഗ്രഹമില്ല, അത് നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായി പരിശ്രമിച്ചു എന്ന് പറയാൻ നിർബന്ധിതരായി പോവുകയാണ് ഞങ്ങൾ. അങ്ങ് പറയുമ്പോൾ അത് ഒരു ഉദ്യോഗസ്ഥ സ്വയം താല്പര്യപ്രകാരം ആ അന്വേഷണമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതല്ലോ. മുകളിൽ നിന്നുള്ള സമ്മർദ്ദം അതല്ലേ? അതിപ്പോൾ ഏത് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായാലും ഇതായിരിക്കും സ്ഥിതി എന്നതുകൂടി മനസ്സിലായതല്ലേ? എക്സാക്ട്ലി, ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ ആം സേയിങ്. അതായത് ഈ ഭരണത്തിലിരിക്കുന്ന ആളുകൾക്ക് ഇത് നടത്താൻ പാടില്ല എന്ന ഒരു ഇംഗിതമാണ് ഉള്ളത് എന്ന് ഉദ്യോഗസ്ഥർ തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ അന്വേഷണം മുന്നോട്ട് പോവുകയില്ല. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഹാസ് ഹാപ്പൻഡ്. ഇതുവരെ സംഭവിച്ച ഈ കേസിൽ മാത്രമല്ല, സകല കേസുകളിലും മിസ്റ്റർ നടേശനെതിരെയുള്ള ക്രിമിനൽ കേസുകളിൽ സകല കേസുകളിലും ഒരു കേസിൽ പോലും കുറ്റപത്രം കോടതിയിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടം ഒത്താശ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനൊരു കാരണമുണ്ട്. സ്മൃതിക്ക് അറിയുമോ എന്നറിയില്ല. ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ SN ട്രസ്റ്റിൻ്റെ ഒരു ട്രസ്റ്റി പ്രതിയായി കോടതിയിൽ കുറ്റാരോപിതനായി നിന്നാൽ കോടതി ആ കുറ്റം സ്വീകരിച്ചുകൊണ്ട് ചാർജ് ഷീറ്റ് വായിച്ച് കേൾപ്പിച്ചാൽ, അതായത് ഇഫ് ദ കോർട്ട് ഫ്രെയിംസ് എ ചാർജ്, ആ നിമിഷം SN ട്രസ്റ്റിൻ്റെ ട്രസ്റ്റി സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടമാവും. അപ്പോൾ ഈ SN ട്രസ്റ്റ് എന്ന് പറയുന്നതാണ് മിസ്റ്റർ നടേശൻ്റെ ഗോൾഡ് മൈൻ. ആ ഗോൾഡ് മൈൻ കൈവിട്ടു പോവും. അതുകൊണ്ടാണ് ഒരു കേസ് പോലും കഴിഞ്ഞ ഈ കാലഘട്ടം മുഴുവൻ ഒരു കേസ് പോലും അദ്ദേഹത്തിനെതിരെയുള്ളത് കേരളത്തിലെ പോലീസ് കോടതിയിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്ര കരുതലുകൾ നടത്തി.
ഇത്രയും വലിയ കരുതൽ ഇത് ആർക്കെങ്കിലുമൊക്കെ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ ഏതായാലും അതിനുമാത്രം വലിയ സൗകര്യമൊക്കെ അനുഭവിച്ചു. പക്ഷേ ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങളിലെല്ലാം, ഈ കേസുകളിലെല്ലാം അന്വേഷണം ഉണ്ടാകണമെന്നും അന്വേഷണം പൂർത്തിയായിട്ട് കോടതിയിലേക്ക് എത്താതിരിക്കുന്ന കേസുകളും ഇതെല്ലാം കോൾഡ് സ്റ്റോറേജിൽ നിന്നും പുറത്തെടുത്ത് നിയമപരമായിട്ട് അതിലൊക്കെ സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുകയുണ്ടായി. അദ്ദേഹം നിയമപരമായിട്ട് ഏത് വെള്ളാപ്പള്ളി ആയാലും നിയമപരമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ സർക്കാർ ചെയ്തിരിക്കും വക്കീലെ എന്ന് പറഞ്ഞ് ഞങ്ങൾ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും വളരെ ആശ്വാസം തോന്നത്തക്ക വിധത്തിലുള്ള ഉറപ്പ് നൽകി മിനിഞ്ഞാന്നാണ് അദ്ദേഹത്തെ സന്ദർശിക്കാൻ അവസരമുണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട്. ഈ കേസുകളിൽ നിയമപരമായിട്ടുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വിദ്യാസാഗർ, ഈ നിയമപരമായ നടപടികൾ എന്ന് പറയുമ്പോൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു സംവിധാനമാണല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് എന്നുള്ള നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ഭരിക്കുന്ന സർക്കാരുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു നേതാവാണ് വെള്ളാപ്പള്ളി. അത് SNDP യോഗം ജനറൽ സെക്രട്ടറി എന്നുള്ള വലിയ വലിയ ഒരു പദവിയാണ്. ആ പദവിയാണ് അദ്ദേഹം ഒരു തുറുപ്പ് ചീട്ടായി ഉപയോഗിക്കുന്നത്. കേന്ദ്രത്തിൽ മോദിയെ നന്നായി പുകഴ്ത്തും, ഇവിടെ കേരളത്തിലെ ഏതാണോ സർക്കാർ ആ സർക്കാരിനെ നന്നായി പുകഴ്ത്തും. ഇതാണല്ലോ അദ്ദേഹം സ്വീകരിച്ചിരുന്ന സമീപനം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന SNDP യോഗത്തിന്റെ സംവിധാനം എന്ന് പറഞ്ഞുകൂടായെങ്കിലും ഒരു പാർട്ടി കൂടിയുണ്ട് അല്ലേ, BJPയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടി കൂടിയുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ ഉള്ള സ്വാധീനം എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ളത് കൂടി പറയേണ്ടി വരില്ലേ? ഇപ്പോൾ ഈ സർക്കാർ അങ്ങേക്കിപ്പോൾ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളിയെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങിയ മന്ത്രി നമ്മുടെ മുന്നിലുണ്ട്. ഇനി വെള്ളാപ്പള്ളിയുടെ മകൻ മുഖ്യമന്ത്രി അടക്കം വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി വെള്ളാപ്പള്ളിയുടെ മരുമകനുമായി നടത്തിയ കൂടിക്കാഴ്ച അത് ആ രൂപത്തിലായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവിനെ കണ്ടപ്പോൾ അവിടേക്ക് തുഷാർ എത്തുകയായിരുന്നു. ആ ചിത്രങ്ങൾ തുഷാർ തന്നെ പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മെസ്സേജ് ആണല്ലോ, ഇവരൊക്കെ എൻ്റെ കൂടെയാണ്, ഞങ്ങളുടെ കൂടെയാണ് എന്ന മെസ്സേജ് അവർ തന്നെ ജനങ്ങൾക്ക് നൽകുകയാണ്. അപ്പോൾ തിരിച്ചുള്ള മെസ്സേജ് സർക്കാരാണ് നൽകേണ്ടത്. അത് സംഭവിക്കുമോ? അത് അത്ര ഉറപ്പുണ്ടോ താങ്കൾക്ക്? SNDP യോഗത്തിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്ന വ്യക്തികൾ അതാരായാലും അവര് രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരോട് ഒരു അപ്പോയിൻമെന്റ് ചോദിച്ച് അവർക്ക് പറയാനുള്ളത് പറയാൻ അവസരം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചോദിച്ചു. മുഖ്യമന്ത്രി തന്നെ ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ അടുത്ത് കാണണമെന്ന് പറഞ്ഞു, വന്നോളാൻ പറഞ്ഞു, കണ്ടു, അതിനെ ഗ്രീറ്റ് ചെയ്തു. അതല്ലാതെ മറ്റൊരു കാര്യങ്ങളും സംസാരിക്കാനായിട്ട് അവസരം ഉണ്ടായിട്ടുമില്ല, ഞങ്ങൾ സംസാരിച്ചിട്ടുമില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് ഇതിനെപ്പറ്റിയിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് SNDP യോഗത്തിൻ്റെ ഭാരവാഹിയായിരിക്കുന്ന ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ പ്രസിഡന്റോ ആരെങ്കിലുമൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയോ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെയോ ഒക്കെ പോയി കണ്ടു എന്നതുകൊണ്ടൊന്നും അങ്ങനെയൊന്നും വളഞ്ഞു പോകുന്ന നട്ടലുള്ള ആളുകളല്ല ഈ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്നതോ എന്നാണ് ഞങ്ങളുടെ ബലമായ വിശ്വാസം. മിസ്റ്റർ സതീശനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊക്കെ വളരെ പ്രതീക്ഷയുണ്ട്. കാരണം വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ ഒരു ഔദാര്യം പറ്റാനും ഒരു ലക്ഷം ഫണ്ട് മേടിക്കാനും പോയിട്ടില്ലാത്ത ഒരു നേതാവാണ് എന്നത് എല്ലാവർക്കും സുവിദിതമായിട്ട് വ്യക്തമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ സ്ഥാനത്തിലിരിക്കുന്നവരുടെ എല്ലാം സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകുന്ന നട്ടെല്ലും കൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ സങ്കല്പിക്കേണ്ട കാര്യമില്ല. ലെറ്റ് us see what is going to happen. ഞങ്ങൾക്ക് പ്രതീക്ഷയാണ്, ഞങ്ങൾക്ക് ഉറപ്പ് തന്നു. നിയമപരമായി സ്വീകരിക്കേണ്ട കാര്യങ്ങൾ, നടപടികൾ ഏത് കേസുകളാണെങ്കിലും അത് അതിൻ്റെ നിയമപരത്തിൻ്റെ വഴിക്ക് തന്നെ പോകും. അതിനു വേണ്ടിയിട്ട് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു. തീർച്ചയായിട്ടും അതിന് ശ്രദ്ധയുണ്ടാകും. അത് ഏതൊക്കെ കേസുകളാണെന്ന് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മതി എന്ന് അദ്ദേഹം ഞങ്ങളോട് പറയുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും ഈ കേസുകളിലെല്ലാം നടപടി ഉണ്ടാകും. പിന്നെ മഹേശൻ്റെ ആത്മഹത്യ സംബന്ധിച്ചിട്ടുള്ള കേസ്, ആ കേസിൽ വളരെയധികം കാര്യങ്ങൾ വേറെയും പല കാര്യങ്ങളുമായി കൂടിക്കഴിഞ്ഞ് കിടക്കുന്നതാണ്. കാരണം ഈ മൈക്രോ ഫൈനാൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗോൾഡ് മൈനായിട്ട് കുറേ കാലഘട്ടം SNDP യോഗത്തിൻ്റെ നേതൃത്വം അതിനെ പ്രയോജനപ്പെടുത്തി. കാരണം 3% പലിശയ്ക്ക് കിട്ടുന്ന പണം ഏതാണ്ട് 12% പലിശ ഈടാക്കത്തക്ക വിധത്തിൽ അത് ഉപയോഗപ്പെടുത്തുക. അതിന് മിച്ചം വരുന്ന ആ ലാഭം അത് ഒരു വശത്തൊരു ലാഭം. അതും പോരാഞ്ഞിട്ട് മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് ധാരാളമായിട്ട് സമ്പത്ത് ലോൺ വാങ്ങിക്കൊണ്ട് എല്ലാ യൂണിയനുകളോടും ഇത് നടത്തിക്കൊള്ളാൻ പറയുകയുണ്ടായി.
അത് തന്നെ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ്. കാരണം SNDP യോഗം മൈക്രോ ഫൈനാൻസ് ആരംഭിക്കുന്ന 2003-2004 കാലഘട്ടത്തിൽ SNDP യോഗം എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളുടെ എല്ലാം മിനിറ്റ്സ് ആ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഞാൻ കൈമാറുകയുണ്ടായി. അതായത് ശ്രീനാരായണ മൈക്രോ ക്രെഡിറ്റ് കോർപ്പറേഷൻ എന്ന പേരിൽ ഒരു പ്രത്യേകമായ കമ്പനി രൂപീകരിച്ച് അതിലൂടെ വേണം ഒരു പ്രൊഫഷണൽ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ വേണം ഇത് നടത്താൻ എന്ന് 2003-2004 കാലത്ത് SNDP യോഗത്തിൻ്റെയും SN ട്രസ്റ്റിൻ്റെയും ബോർഡുകളും കൗൺസിലുകളും ഇവരെല്ലാവരും കൂടെ സംയുക്തമായിരുന്ന് ഉള്ള തീരുമാനങ്ങളെല്ലാം എടുത്തതിൻ്റെ മിനിറ്റ്സ് SNDP യോഗത്തിൻ്റെ ഓഫീസിലുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ അതിൻ്റെ കയ്യിൽ കോപ്പിയുണ്ട്. ആ കോപ്പികളെല്ലാം ഞാൻ ലഭ്യമാക്കിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക്. അപ്പോൾ അങ്ങനെ ഒരു പരിസ്ഥിതിയിൽ ഇത് നടത്തിയായിരുന്നുവെങ്കിൽ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നേരിടുന്ന ഈ കുരിശ് അദ്ദേഹം പിടിക്കേണ്ട വരുമായിരുന്നില്ല. വളരെ സുതാര്യമായിട്ട് നടന്നു പോകുമായിരുന്നു. വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് അന്നങ്ങനെ തീരുമാനമെടുത്തത്. കാരണം ഭാവിയിൽ ഇതൊരു NBFC ആയിട്ട് വളരാനും അത് വളരെ വ്യാപകമായ രീതിയിൽ അതിന് വളരാനും ഒക്കെ സാധിക്കുന്ന അവസ്ഥയുണ്ടാകണം എന്ന് കരുതി ആ തീരുമാനമെടുത്തു. ആ തീരുമാനം നടപ്പാക്കിയില്ല. ആ തീരുമാനം നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഈ മൈക്രോ ഫൈനാൻസിൽ ഈ കൈയിട്ട് വരാൻ അവസരമുണ്ടാകുമായിരുന്നില്ല. ഈ മഹേശനെ പോലെയുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് ഈ മൈക്രോ ഫൈനാൻസ് പണം വകമാറ്റി കടിച്ചുകുളക്കരയിലേക്ക് ഒഴുക്കാൻ അവസരമുണ്ടാകുമായിരുന്നില്ല. അത് ഞാൻ SNDP യോഗത്തിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ഞാനാണ് ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. 2 വട്ടമായിട്ട് 1 കോടി രൂപയോളം മിസ്റ്റർ മോഹൻ ശങ്കർ ഈ കൊണ്ടുവന്നു, ഇത് സാങ്ഷനാക്കി. അപ്പോൾ സാങ്ഷനാക്കിയപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, ഇത് നമ്മളിങ്ങനെ കണ്ടമാനം പണം മേടിക്കുകയും ഇത് യൂണിയനുകൾ മുഖാന്തരം വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതുമേൽ എഫക്റ്റീവായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാകണമെങ്കിൽ അതൊരു ഇൻഡിപെൻഡൻറ്റ് കമ്പനി, ഒരു ഹോൾഡിംഗ് കമ്പനി SNDP യോഗം രൂപപ്പെടുത്തണം. അപ്പോൾ അതൊരു പ്രൊഫഷണൽ സെറ്റപ്പിൽ കൃത്യമായിട്ട് പൊയ്ക്കോളും. അതിൽ കൊള്ളാവുന്ന ആളുകളെ അതിൻ്റെ ഡയറക്ടേഴ്സായിട്ടോ ചെയർമാനായിട്ടോ ഒക്കെ നമ്മൾക്ക് നിയോഗിക്കാൻ കഴിയും. സോ അഥവാ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും കാരണത്താൽ ദോഷം വന്നാൽ പോലും ആ കമ്പനി അങ്ങ് പൊളിഞ്ഞു പോയാൽ പോലും 100 കൊല്ലം കൊണ്ട് പൂർവികർ അവരുടെ കരുതലൂടെ സമ്പാദിച്ചു തന്ന സ്വത്ത്, ആ സ്വത്തിന് കുഴപ്പമുണ്ടാകാൻ പാടില്ല. അതിന് കുഴപ്പമുണ്ടാക്കുന്ന തീരുമാനങ്ങൾ എടുത്തവരാണ് എന്ന് ഞങ്ങളെ ചരിത്രത്തിൽ പേര് വരാൻ പാടില്ല മിസ്റ്റർ മോഹൻ. അതുകൊണ്ട് നിങ്ങളിങ്ങനെ കണ്ടമാനം സമ്പത്ത് കൊണ്ട് തരികയും ഞങ്ങളിത് ഒപ്പിട്ട് മേടിക്കുകയും ചെയ്ത് നാളെ ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഞങ്ങൾക്ക് ചരിത്രത്തിൽ ഈ ദുഷ്പേര് വരില്ലേ എന്ന് ഞാൻ ചോദിച്ചത് ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുകയാണ്. ആ കൗൺസിലിൽ, അതിൻ്റെ അടുത്ത കൗൺസിലാണ് പിറ്റേ കൗൺസിലിൽ ഈ തീരുമാനം ഉണ്ടായി. അങ്ങനെ ഒരു തീരുമാനം നടപ്പാക്കാതെ മനഃപൂർവ്വം ഇതിൻ്റെ സാധ്യതകളെ, അഴിമതിക്കുള്ള സാധ്യതകളെ പ്രയോജനപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി ആ തീരുമാനം നടപ്പാക്കിയില്ല, ഇതുവരെയും നടപ്പാക്കിയിട്ടില്ല. ശരി, എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ട കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ അന്വേഷണത്തിന് വരുമ്പോൾ ആരംഭത്തിൽ തന്നെ ഒരു ഗൂഢാലോചന ഇതിനകത്ത് കാണാൻ സാധിക്കും. വളരെ ഒന്നിലധികം കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ കത്ത് സൂചിപ്പിക്കുന്നത്. അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാർ, അങ്ങ് SNDP യോഗത്തിന്റെ മുൻ വക്താവാണ്. മുൻ വക്താവ് എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി കാലത്തിൽ തന്നെ വക്താവായിരുന്ന വ്യക്തിയാണല്ലോ. അങ്ങേക്ക് ഇപ്പോൾ ഈ കേസിൽ പറയാനുള്ള കാര്യം എന്താണ്? ഈ മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മഹേഷൻ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളടക്കം നിരവധി വിഷയങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ നിയമം പറയുന്നത് ഡൈൻ ഡിക്ലറേഷൻ മരിക്കുമ്പോൾ കൊടുക്കുന്ന മൊഴിയാണ്. അത് 100% വിശ്വസനീയമാണ്. ഒരാളും മരിക്കാൻ നേരത്ത് കള്ളം പറയില്ല എന്നാണ് നിയമം പറയുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഡിലേ ഓഫ് ജസ്റ്റിസ് ഈസ് ഡിനയൽ ഓഫ് ജസ്റ്റിസ്. കാലതാമസം വരുത്തുമ്പോൾ നീതി നിഷേധിക്കപ്പെടുകയാണ്. ഇതിൻ്റെ കാരണം മിസ്റ്റർ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കേരളത്തിൻ്റെ ഇരുണ്ട കാലഘട്ടമായിരുന്നു. അനവധി കള്ളക്കേസുകൾ എടുക്കുകയും കള്ളത്തരങ്ങൾ കാണിക്കുന്നവരെ സംരക്ഷിക്കുകയും ചെയ്തൊരു സംവിധാനം. ഇപ്പോൾ ആലപ്പുഴ MLA ആയിരിക്കുന്ന തോമസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പെരുവഴിയിലിട്ട് ഗൺമാന്മാരും പോലീസുകാരും തല്ലി തലപൊട്ടിക്കുകയും കൈ തല്ലി ഒടിക്കുകയും ചെയ്തിട്ട് അത് രക്ഷാപ്രവർത്തനമാണ്, ഞാൻ നേരിട്ട് കണ്ടതാണ് എന്ന് പറഞ്ഞ ഒരു രാജാവ് ഭരിച്ച കേരളമാണ് കേരളം. എന്നാൽ സാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തോടൊപ്പം ഞാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ ആ കൂടെ ഉണ്ടായിരുന്നു നിവേദന സംഘത്തിൽ. 100% ഇന്ന് കേരളത്തിൽ വിശ്വസിക്കുവാൻ കഴിയുന്ന, ഇന്ന് കേരളം സതീശൻ്റെ ഓരോ വാക്കുകൾക്കും കൈയടിക്കുകയാണ്. കേരളത്തിൻ്റെ നിയമസഭയിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ശ്രീ പിണറായി വിജയൻ. ഇത് പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം. 2015 ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ
സമത്വ മുന്നേറ്റ യാത്ര നടത്തി നായാടി മുതൽ നമ്പൂതിരി വരെ സംഘടിപ്പിച്ചുകൊണ്ട്. അന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ മീറ്റിങ്ങുകളിലെ പ്രധാന പ്രാസംഗികനായിരുന്നു ഞാൻ. ഈ രാഷ്ട്രീയ അധികാരം ഇപ്പം ഇങ്ങ് പിടിച്ചെടുത്ത് അങ്ങനെ അതിൻ്റെ ഔട്ട്പുട്ടാണ് ഭാരത് ധർമ്മജന സേന. കോവളത്ത് കൂടിയ 10-12 ലക്ഷം ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ കൊടിയാണ് ജയ് ബി ഡി ജെ എസ്, ജയ് ബി ഡി ജെ എസ് എന്ന് പറഞ്ഞ് സ്വന്തമായി മന്ത്രിമാരെയും സ്വന്തമായി MLA-മാരെ സൃഷ്ടിക്കാൻ ശ്രമിച്ച ശ്രീമാൻ നടേശൻ സാറിന് ഇന്നൊരു സ്കൂട്ടറെ കയറ്റാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് പോയി. ആ ബി ഡി ജെ എസ് എന്ന പാർട്ടിക്കകത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ മകനും ഭാര്യയും മാത്രമേ ഉള്ളൂ. ഒരു വീട്ടിൽ ഒരു കട്ടിലിൽ കിടന്നുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും ജീവിക്കുന്നത്. ഭാര്യ പറയുന്നു NDAക്ക് 100 സീറ്റ് കിട്ടും. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു LDF വീണ്ടും പിണറായി വരും. എന്ത് പറഞ്ഞാലും ഒരുമാതിരി പിണറായി വരും എന്നാണ് പറഞ്ഞത്. 98 സീറ്റ് കിട്ടുകയാണെങ്കിൽ തൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കും എന്ന് പരസ്യമായി പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ എന്തെങ്കിലും ധാർമ്മികത, സത്യം, നീതി, ധർമ്മം, ദയ, കാരുണ്യം, വാത്സല്യം, സത്യസന്ധത ഇത് വെള്ളാപ്പള്ളി നടേശൻ്റെ നിഘണ്ടുവിലില്ല. കാരണം 10-25 വർഷം അദ്ദേഹത്തോടൊപ്പം നിഴല് പോലെ നിന്ന് പ്രവർത്തിച്ച യഥാർത്ഥത്തിൽ ശ്രീനാരായണീയൻ എന്നതിനേക്കാൾ ഉപരി ഒരു വെള്ളാപ്പള്ളിയനായി ജീവിച്ച ആളാണ് ഞാൻ. ആ വെള്ളാപ്പള്ളി നടേശൻ നിങ്ങളിന്ന് മനസ്സിലായിക്കോ സ്മൃതി, ഇദ്ദേഹം അന്ന് മുതൽ പരിശോധിക്കുക. ഇപ്പം ബഹുമാനപ്പെട്ട യോഗം പ്രസിഡന്റായിരുന്ന വിദ്യാസാഗർ സാർ ആദ്യം വൈസ് പ്രസിഡന്റും പിന്നീട് പ്രസിഡന്റുമായിരുന്നു. സാഗർ സാർ എന്ത് കുറ്റം ചെയ്തിട്ട് അദ്ദേഹത്തെ പുറത്തു കളഞ്ഞത്? ഇദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഓരോ യൂണിയനിലും കാസർഗോഡ് മുതൽ പാറശാല വരെ പരിശോധിച്ചാൽ ഒരു യൂണിയൻ ഭാരവാഹിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 5-6 വർഷമാണ്. അതിനുശേഷം ഇതിനെ രണ്ടാക്കി തിരിച്ച് മുറിച്ച് തമ്മിലടിപ്പിച്ച് ഇവരെ നശിപ്പിച്ച് പിരിച്ചുവിട്ട് ഏത് തരത്തിലുള്ള വൃത്തികേടും കാണിക്കും. കാരണം ശ്രീമാൻ മഹേശന്റെ ആത്മഹത്യാക്കുറിപ്പ് എടുത്തൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അതിൽ പറയുന്നിരിക്കുന്ന ഓരോ സംഗതികളെക്കുറിച്ചും ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തിയാൽ കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനാണ് നടേശൻ സാർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ്, ലെറ്റർ പാഡ് എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് തീരുന്നത് എന്നെപ്പോലെ പീഡിപ്പിക്കപ്പെടുന്ന നിരവധി യൂണിയൻ സെക്രട്ടറിമാർക്കും ഭാരവാഹികൾക്കും വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. ഞാനൊക്കെ എപ്പോഴേ മരിക്കേണ്ട ആളായിരുന്നു. പിന്നെ എൻ്റെയൊക്കെ ഈശ്വരവിശ്വാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എൻ്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും പ്രാർത്ഥന കൊണ്ടും ഒക്കെയാണ് പിടിച്ചു നിൽക്കുന്നത്. എത്ര കള്ളക്കേസുകൾ അതിനകത്ത് പറയുന്നുണ്ടല്ലോ. യൂണിയൻ സെക്രട്ടറിമാർക്കും ഭാരവാഹികൾക്കെതിരെ കള്ളക്കേസുകൾ എടുക്കുക. കേരള ചരിത്രത്തിൽ ആദ്യമായി SNDP യൂണിയനെ കണക്ക് ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിച്ച യൂണിയൻ സെക്രട്ടറിയാണ് ഞാൻ. അതിനുശേഷമാണ് കേരളത്തിലെ മറ്റ് SNDP യൂണിയനുകൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് കണക്ക് ഓഡിറ്റ് ചെയ്യിക്കണമെന്ന് നടേശൻ സാർ സർക്കുലർ അയച്ചത്. ആ നടേശൻ സാർ 2010, 11, 12, 13, 14, 15, 16, 17 വർഷങ്ങളിലെ കണക്ക് ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ഓഡിറ്റ് ചെയ്ത കണക്ക് കൊണ്ട് കൊടുത്തിട്ട് എൻ്റെ കണക്ക്, ഞാൻ യൂണിയൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ ആ കണക്ക് മീനച്ചിൽ SNDP യൂണിയൻ്റെ നാൾവഴി പേരേഡ്, മാസാന്ത്യം, അക്കൗണ്ടുകൾ, പാസ്ബുക്കുകൾ എല്ലാം പരിശോധിച്ചെന്ന് ഇത് ശരിയും സൂക്ഷ്മവും സത്യവുമാണെന്ന് സത്യം ചൊല്ലി അതിനകത്ത് ഒപ്പിട്ട് തന്ന നടേശൻ സാർ ഞാൻ 2020 ജൂൺ മാസം രാജിവെച്ച് നടേശൻ സാറിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഞാൻ 3.5 കോടി രൂപ കട്ടോണ്ട് പോയെന്നും പറഞ്ഞ് വേറൊരു കണക്കും ഉണ്ടായിക്കൊണ്ട് വന്നു ഞാൻ പോകുന്നതിന് ശേഷം. ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ. എന്തും ചെയ്യും. പക്ഷെ നടേശൻ സാർ എൻ്റെ പേരിൽ പിണറായി ആയിട്ട് 8-10 കേസെടുത്തു, എടുപ്പിച്ചു. എന്നെ ഒരു ചുക്കും ചെയ്യത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിട്ടറിയാം. എനിക്കെതിരെ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പ്രാക്ടീസിങ് ലോയറാണ്. എല്ലാ ദിവസവും ജില്ലാ കോടതി ഉൾപ്പെടെ കോടതിയിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനായ ഞാൻ, എൻ്റെ ഭാര്യയും വക്കീലാണ്. എനിക്ക് കോടതിയിൽ നിന്ന് സമൻസ് വരുമ്പോഴാണ് ഞാൻ കേസിൽ പ്രതിയാന്ന് പറയുന്നത്. ഞാൻ ഒളിവിലാന്ന് പറഞ്ഞ ചാർജ് കൊടുക്കുന്നത്. ഇതാണ് കേരളത്തിലെ കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ 10 വർഷ കാലഘട്ടം നടന്നത്. 2015 BDJS ഉണ്ടായി. 2016 പൊൻകുടത്തിൽ താമര വിരിക്കുവാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശനും ഭാര്യയും ഹെലികോപ്റ്ററിൽ കയറിയാണ് നടന്നത്. BJP-ക്കാർ കൂടുന്നത്. പൊൻകുടം പൊട്ടി താമര വാടിയപ്പോഴേ പിറ്റേ ആഴ്ചയിൽ പോയി വെള്ളാപ്പള്ളി നടേശൻ പിണറായിയുടെ മുമ്പിൽ കുമ്പിട്ട് നിന്നു. ശബരിമല സംരക്ഷണ ജാഥ നടത്തുവാൻ PS ശ്രീധരൻ പിള്ളയും തുഷാർ വെള്ളാപ്പള്ളിയും ക്യാപ്റ്റന്മാരായ ജാഥ കേരളത്തിൽ കൂടെ നടന്നു. ഞാൻ അതിനകത്ത് പ്രാസംഗികനായിരുന്നു. PT മൻമോഹനും KM സന്തോഷ് കുമാറും K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP-യുടെ ഭാഗത്ത് 4-5 പ്രാസംഗികരുണ്ടായിരുന്നു. അത് അടൂര് സമാപിച്ചു. ആ സമാപനം കഴിഞ്ഞ് പിറ്റേ ആഴ്ചയിൽ പറഞ്ഞു നവോത്ഥാനം മതിൽ കെട്ടാൻ ആളെ കൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. എനിക്കൊരു നിലപാടേ ഉള്ളൂ. ഞാൻ വെള്ളാപ്പള്ളിയുടെ കൂടെ വന്ന കാലത്തിൽ വെള്ളാപ്പള്ളിയെ ആണ് ശരിയെന്ന് പറഞ്ഞ് സ്ഥാപിച്ചയാളാണ് നിങ്ങളുടെ ഉൾപ്പെടെ ചാനലിലൂടെ വന്നിരുന്നിട്ട്. പല ചാനലുകളിലും ഞാൻ പോകാത്ത ചാനലുകളില്ല. അന്ന് വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പേരിന്
എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി ശരിയല്ല എന്ന് എനിക്ക് ബോധ്യം വന്നു. യാത്രയിൽ അങ്ങേക്ക് പ്രസംഗിക്കാം. നവോത്ഥാന സമിതിയുമായി ബന്ധപ്പെട്ടായിരുന്നു അങ്ങേക്ക് അഭിപ്രായ വ്യത്യാസം? നവോത്ഥാന സമിതി ആ BDJS രൂപീകരണം വരെ നമ്മൾ അതിനകത്തുണ്ടല്ലോ. അതിനുശേഷം BDJS മത്സരിച്ചു 2016 മത്സരിച്ചു. ഇപ്പൊ ഏറ്റുമാനൂർ തന്നെ 2016 ഏറ്റുമാനൂർ മണ്ഡലത്തിൽ BDJS സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ 29,500 ചില്ലുവാൻ വോട്ടുകൾ പിടിച്ചു. ആ പാർട്ടിൽ 2021 വന്നപ്പോൾ BDJSന് സ്ഥാനാർത്ഥിയില്ല, സ്ഥാനാർത്ഥി വോട്ട് വേണ്ടതാനും. എന്താ കാരണം? വാസവനും പിണറായിയായിട്ട് അച്ചുതണ്ട് കളിച്ചിട്ട് വാസവനെ ജയിപ്പിക്കുവാൻ വേണ്ടി വെള്ളാപ്പള്ളി നിലപാടെടുത്തു. ഇപ്രാവശ്യം പരസ്യമായിട്ട് ഞങ്ങളോട് മീറ്റിംഗ് വിളിച്ചു കൂട്ടി വാസവനെ തോപ്പിച്ചിരിക്കുമെന്ന് പറഞ്ഞു. കാരണം വെള്ളാപ്പള്ളിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന അന്യായമായിട്ട്. അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും വെള്ളാപ്പള്ളി സാറിനോട് വ്യക്തിപരമായ വിരോധമില്ല. പക്ഷെ മഹേശൻ ചേട്ടന്റെ ആത്മാവിന് നീതി കിട്ടണം. ആ വിധവയുടെ കണ്ണുനീര് വീണ മണ്ണാണ് കേരളം. ആ വിധവയ്ക്ക് നീതി കിട്ടണം, ആ കുടുംബത്തിന് നീതി കിട്ടണം. ഇദ്ദേഹത്തിന് ആരോടാണ് കമ്മിറ്റ്മെന്റ്? എന്നോടൊക്കെ എന്തെല്ലാം രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ എത്ര യൂണിറ്റ് സെക്രട്ടറിമാരുടെ ഭാവിയാണ് ഇദ്ദേഹം കളഞ്ഞത്. ജീവിതം കളഞ്ഞു. എസ് ചന്ദ്രസേനൻ, ഇപ്പോൾ ഈ കാര്യത്തിൽ ഈ മഹേശന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ VM സുധീറിന്റെ റോള്, അത് അന്വേഷണം പുനരന്വേഷണത്തിലേക്ക് പോകുമ്പോൾ VM സുധീറിന്റെ റോൾ എന്താണ്? VM സുധീരനാണ് ആദ്യം മുതൽ ഈ കേസിനെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. VM സുധീരൻ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ, കേരളത്തിൻ്റെ ഭരണകൂടങ്ങളിൽ നിന്നും ആദ്യമായും അവസാനമായും ആവശ്യപ്പെട്ടത് VM സുധീരൻ മാത്രമാണ്. ഞാൻ ഒരു കാര്യം പറയാം. ശ്രീ മഹേശൻ BDJSൻ്റെ ഭാരവാഹിയായിരുന്നു, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ NDAയുടെ ഭാരവാഹികൾ ഒരൊറ്റയാൾ പോലും ആ വീട്ടിൽ പോയില്ല. ഇടതുപക്ഷത്ത് നിന്ന് അവിടുത്തെ MLA പോയില്ല, അന്നത്തെ ചിത്തരഞ്ജൻ പോയില്ല, ആ ഇടതുപക്ഷത്ത് നിന്ന് ഒരാൾ പോലും പോയില്ല. മാത്രം ഒരു SNDP യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹിയായിരുന്ന, കണിച്ചുകുളങ്ങര യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്ന, BDJSൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന, കേരളത്തിൽ അറിയപ്പെടുന്ന പ്രസംഗകനായിരുന്ന KK മഹേശൻ ആത്മഹത്യ ചെയ്തതിൻ്റെ കുറിപ്പ് കേരളം മുഴുവൻ പ്രചരിച്ചു. അതിൻ്റെ കാരണക്കാരൻ വെള്ളാപ്പള്ളിയാണെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് ഒരാൾ പോലും അവിടെ പോയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ദുരൂഹത എന്താണ്? അതിന് അർഹത, അതിന് ചോദിക്കുവാനും അതിനാവശ്യപ്പെടാനുമുള്ള അർഹത ശ്രീ VM സുധീരന് മാത്രമാണ്. അന്നും ഇന്നും നട്ടലോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി ആവശ്യപ്പെട്ടത് ശ്രീ VM സുധീരൻ മാത്രമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ മുഖ്യമന്ത്രിക്ക് എന്താ സംഭവിച്ചത്? 2016 അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതാണ്, അന്ന് AK സെൻറ്റർ ഞങ്ങളന്ന് പോയവരാണ്, AK സെൻറ്റർ ചെന്നപ്പോൾ പറഞ്ഞതാണ്, അന്ന് വൈക്കം വിശ്വൻ സാറിനോട് ചോദിച്ചാൽ മതി, അവർക്കറിയാം, തീർച്ചയായും വെള്ളാപ്പള്ളി നടേശനെ തുറുങ്കിലടച്ച് SNDP യോഗത്തെ മോചിപ്പിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം 2018 ഞങ്ങൾ കാണുന്നത് മിനി ക്യാബിനറ്റ് അവിടെ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ കൂടുന്നതാണ്. അതിൻ്റെ ഫലമല്ലേ വരുന്നത്? എന്നിട്ട് ഈ കഴിഞ്ഞ മലപ്പുറത്ത് പോയി വെള്ളാപ്പള്ളി നടേശൻ വർഗീയ വിദ്വേഷം പ്രസംഗം നടത്തിയപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തു. അത് തെറ്റാണ്, അതിന് കേസെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ മുഖ്യമന്ത്രി ചേർത്തലയിൽ വന്ന് പ്രസംഗിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ്റെ എല്ലാ ആദർശങ്ങളും പകർത്തുന്ന വ്യക്തിയാണെന്ന്. ആര്? വെള്ളാപ്പള്ളി നടേശൻ. ആരാ വെള്ളാപ്പള്ളി നടേശൻ? വെള്ളാപ്പള്ളി ഈ KK മഹേശൻ എന്ന് പറയുന്നയാൾ 1986 അദ്ദേഹത്തിൻ്റെ ചാരായ ഗോഡൗണിലെ മാനേജരായി വന്നത് മുതലുള്ള ചരിത്രം എഴുതി വെച്ചേക്കുന്നതിനകത്ത് ഒരു വാക്ക് ഞാൻ പറയാം. കള്ളിൽ കഞ്ചാവ് കലർത്തി, ചാരായത്തിൽ CH കലർത്തി, വിറ്റ് കാശ് വാങ്ങി കോടാനുകോടി രൂപ സമ്പാദിച്ച് KK മഹേശൻ്റെ വസ്തു പണയം വെച്ച് പണമെടുത്ത് ആ പണം കൊണ്ട് കള്ള് ഷാപ്പുകൾ എടുത്ത് KK മഹേശൻ്റെ പേരിലും മറ്റുള്ളവരുടെ പേരിലും എടുത്തിട്ട് ആ 22 വർഷക്കാലം നടത്തിയിട്ട് ലാഭം 25 കോടി രൂപ വെള്ളാപ്പള്ളിക്കും മഹേശന് 18 കേസിൽ പ്രതിയുമായി. ഇത്രമാത്രം നീചനും നിന്ദ്യനുമായ ഒരാളിനെയാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്ന് വാഴ്ത്തുന്നത്? കേരളത്തിലെ ഗവർണർ വന്ന് വാഴ്ത്തുന്നത്? കേരളത്തിലെ മന്ത്രിമാർ വന്ന് വാഴ്ത്തുന്നത്? ആലോചിക്കണം. അവർ വന്ന് വാഴ്ത്തുക വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങൾ പരിപാലിക്കുന്നയാളാണ്. അതിൻ്റെ ഫലമല്ലേ ഇപ്പോൾ കിട്ടിയത്? അതിൻ്റെ ഏറ്റവും നേർചിത്രമല്ലേ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്? ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് മധ്യ തിരുവിതാംകൂറിൽ ഞങ്ങളൊക്കെ ഓരോ ജില്ലകളിലും പോയി, ഓരോ മണ്ഡലങ്ങളിലും പോയി ഞങ്ങൾ പ്രവർത്തിച്ചവരാണ്. ഈ ഇടുക്കിയിലും പത്തനംതിട്ടയിലും കോട്ടയത്തും അത് നേതാക്കന്മാർക്കറിയാം. ശ്രീ KC വേണുഗോപാലിൻ്റെ നിർദ്ദേശം, അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം, ശ്രീ ആൻ്റണിയുടെ ആവശ്യപ്രകാരം ഞങ്ങൾ പോയവരാണ്, ഞങ്ങൾ പ്രവർത്തിച്ചവരാണ്, സംരക്ഷണ സമിതിയുടെ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അധികാരത്തിൽ വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഈ ഗവൺമെൻറ് തീർച്ചയായും ഞങ്ങളുടെ ആവശ്യം പരിഗണിക്കും. പരിഗണിച്ചില്ല എങ്കിൽ അവരുടെ അനുഭവം എന്താണെന്ന് മറ്റവരുടെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിക്കൊള്ളും. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി ഞങ്ങൾ വ്യക്തമാക്കി പറയാം. ഈ
ഈ കേസിൽ അന്വേഷണം ശരിയായ ദിശയിലേക്ക് പോകാമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്താണെന്നറിയാവോ? ഈ ഒരു FIR മാത്രമല്ല, ഏതെല്ലാം FIR വരുമെന്നറിയാവോ? അവിടെ രാജ്യദ്രോഹ കുറ്റം, അതായത് അനധികൃതമായ വയർലെസ് വെച്ച കേസ്, കള്ളപ്പണ ഇടപാട്, അതുപോലെ തന്നെ ഇവിടെ സ്വർണം കെട്ടി അവിടെ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ ഗോഡൌണിൽ ലോക്കറി കൊണ്ടുവച്ചത്, അതൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിയമന തട്ടിപ്പ്, അതായത് ദേവസ്വം ബോർഡിൻ്റെ നിയമനം നടത്തിയത് വെള്ളാപ്പള്ളി നടേശനാണ്. ശ്രീ സുഭാഷ് വാസുവിൻ്റെ കാലഘട്ടത്തിൽ അന്ന് ഗുരുവായൂരപ്പൻ കോളേജിലേക്ക് 6 അധ്യാപകരുടെ നിയമനത്തിന് കാശ് വാങ്ങിക്കാൻ ഈ KK മഹേശനോട് ആവശ്യപ്പെട്ടു. അതൊക്കെ അന്വേഷിക്കണം, ഈ CH കലർത്തി അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ കള്ള് ഷാപ്പ് ബിനാമി നടത്തുന്ന ഈ ഗവൺമെന്റിനോട് ഞങ്ങൾ അടുത്ത നിവേദനം കൊടുക്കുകയാണ്. ഇന്ന് ഇടുക്കി ജില്ലയിലെ മുഴുവൻ കള്ള് ഷാപ്പുകളും വെള്ളാപ്പള്ളിയുടെ ബിനാമിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ചേർത്തലയിൽ അതുപോലെ തന്നെ വൈക്കം കുട്ടൻ ആരാ? വൈക്കം കുട്ടൻ എന്ന് പറയുന്നത് ആളാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ CH കലർത്തി ചാരായത്തിൽ CH കലർത്തി വിറ്റ ഒരാളാണ്. അയാളാണ് വൈക്കത്തെ യൂണിയൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത്, പ്രസിഡന്റോ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇത്രയും കള്ള് ഷാപ്പുകാരെ, ചാരായ ഷാപ്പുകാരെ, ഈ മദ്യ ലോബിയെ SNDP യോഗത്തിൻ്റെ ഈ ഇതിലെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവന്ന് ശ്രീനാരായണ ഗുരുവിനെ ഇതിൽ നാട്ടിപ്പായിച്ചു. ഇന്ന് പുകാസായുടെ ഒരു ഭാരവാഹി ചരുവിൽ ജയകുമാർ എന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, വെള്ളാപ്പള്ളി അവിടെ എവിടെയുണ്ടോ അവിടെ ഗുരു ഉണ്ടാകില്ല, ഗുരുവിൻ്റെ സന്ദേശവും ഉണ്ടാകില്ല, ഗുരുവിൻ്റെ ദർശനവും ഉണ്ടാകില്ല. ആ വെള്ളാപ്പള്ളിയെ അവർ കൂട്ടുപിടിച്ചത് കൊണ്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളിയെ ആര് കൊണ്ടുപോയി? ഇടതുപക്ഷം കൊണ്ടുപോയി. വെള്ളാപ്പള്ളി തോറ്റു. UDF ആരെ കൊണ്ടുപോയി? ഗുരുവിനെ കൊണ്ടുപോയി. അവർ ശിവഗിരിയിൽ വന്നു, ശിവഗിരിയിൽ പ്രാർത്ഥിച്ചു, ശിവഗിരിയെ നേതൃത്വത്തിൽ കൊണ്ടുവന്നു, ശിവഗിരിയെ അടിസ്ഥാനമാക്കിയാണ് അവർ പ്രവർത്തിച്ചത്. അതുകൊണ്ട് അവർ ജയിച്ചു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഗുരുവിനെ വിശ്വാസമുള്ളവരാണ് ഇന്നത്തെ UDFൻ്റെ നേതാക്കന്മാർ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ പറയുന്ന ഈ അന്വേഷണം സത്യസന്ധമായ നീതിയുക്തരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് SIT കൊണ്ട് അന്വേഷിപ്പിക്കും. വരാൻ പോകുന്ന ധാരാളം തെളിവുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ വലിയ ഗുരുതരമായ ചില കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അത് ഞങ്ങൾ നേരത്തെ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അവർ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഇനി ഞങ്ങൾ വിശദമായ ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി ധരിപ്പിക്കുന്നുണ്ട്. അത് കൂടാതെ ഞങ്ങളോടൊപ്പം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്ന് ഈ പറയുന്ന മദ്യവ്യാപാരികളല്ലാത്ത ഒരു വലിയ നിര, സാമൂഹ്യ നിര, ഉദ്യോഗസ്ഥ നിര ഞങ്ങളോടൊപ്പം. പൊതുസമൂഹം എടുത്ത നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിട്ടുള്ളതാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ട്. അതാണ് അങ്ങ് സൂചിപ്പിച്ചതെന്ന് മനസ്സിലാക്കുന്നു. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇപ്പോൾ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനുകൂടി അങ്ങ് മറുപടി നൽകണം. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വെള്ളാപ്പള്ളിയുടെ അനുഗ്രഹം വാങ്ങാൻ ചെല്ലുന്ന മന്ത്രിമാരെന്നുള്ളത് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നതിൽ നിന്നും ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ എന്തിനാണ് വെള്ളാപ്പള്ളിയുടെ അനുഗ്രഹം? വെള്ളാപ്പള്ളിക്കെതിരായ ഒരു വിധിയെഴുത്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്ന് CPM കൂടി തിരിച്ചറിഞ്ഞൊരു കാലമാണിത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, വെള്ളാപ്പള്ളിക്കുള്ള മഹത്വം എന്താ? വെള്ളാപ്പള്ളിയുടെ മഹത്വം എന്ന് പറയുന്നത് അദ്ദേഹം ഇരിക്കുന്ന കസേരയാണ്. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ CK വിദ്യാസാഗർ ആകട്ടെ, ചന്ദ്രസേനൻ ചേട്ടനാകട്ടെ, സന്തോഷ് അല്ലേ, അതെ, സന്തോഷ് കുമാർ, ഇവരൊക്കെ തന്നെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടും യോജിച്ചും പ്രവർത്തിച്ചവരാണ്. അവർ പറയുന്നത് പോലെ ആക്രമണോത്സുകമായി ഞാൻ ഈ ചർച്ചയിൽ പറയില്ല. കാരണം ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി വന്നിരിക്കുന്നത്, എനിക്കിത് അതിൻ്റെ ഇന്റേണൽ സംഘടനയ്ക്കകത്ത തർക്കങ്ങളോ അതിൻ്റെ അകത്തെ മത്സരങ്ങളോ അതിൻ്റെ ഭാഗമല്ലല്ലോ, അതിൻ്റെ ഭാഗമല്ല. അതുകൊണ്ടാണ് ഞാൻ അത്തരം വിഷയങ്ങളിലേക്ക് കടന്നു പോകാത്തത്. ഇവിടെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ശ്രീ K കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും, ശ്രീ AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും, രമേശ് ചെന്നിത്തല എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തോടുള്ള പ്രത്യേകമായ സൗമനസ്യമായിട്ട് കാണേണ്ട. SNDP ജനറൽ സെക്രട്ടറി എന്ന പദവിക്ക് നൽകുന്ന ഒരു റെസ്പെക്ട്, അതായത് സോഷ്യൽ ഓർഗനൈസേഷൻസിനോടും അതിന്റെ തലപ്പത്തിരിക്കുന്നവരോടും കോൺഗ്രസ് എക്കാലവും സ്വീകരിച്ചിട്ടുള്ള സമീപനമാണത്. ഏത് മതവിഭാഗത്തിൻ്റെതാണെങ്കിലും ഏത് സമുദായത്തിൻ്റെതാണെങ്കിലും പോയി കാണുക സ്വാഭാവികമാണ്. ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാം. ഒരു ഘട്ടത്തിൽ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അടക്കം ഉള്ള നേതാക്കന്മാർ പാണക്കാടിന്റെ അനുഗ്രഹത്തോടുകൂടി ഒന്നിച്ച് വെള്ളാപ്പള്ളി നടേശനോട് ചേർന്ന് നിന്ന് പിന്നോക്ക മുന്നണി ഉണ്ടാക്കി പ്രവർത്തിച്ചിട്ടില്ലേ? ഇപ്പൊ ഇവരെല്ലാവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടില്ലേ? അപ്പൊ അത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ ഇഷ്യൂ ബേസ്ഡ് ആണ് നിലപാടുകൾ വരുന്നത്. ഇവിടെ ബിന്ദു വർഗീയതയുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് പുറത്തു വന്ന ശേഷം, അതിലൊരു തുടർച്ചയുണ്ടായ ശേഷം അദ്ദേഹം എന്താണെന്ന് വെളിപ്പെട്ട ശേഷമുള്ള കാര്യമാണ് ചോദിക്കുന്നത്.
അല്ല, ഒരു സെക്കൻഡ്, ഞാൻ പറയുമല്ലോ, അതിൻ്റെ അകത്ത് ഡിസ്റ്റർബ് ചെയ്യണ്ട. നിങ്ങൾ ചോദിച്ചത് പേര് പറയാതെയാണ് ചോദിച്ചെങ്കിൽ പേരെടുത്ത് തന്നെ ഞാൻ പറയാമല്ലോ. ബിന്ദു കൃഷ്ണയാണ് പോയത്. ബിന്ദു കൃഷ്ണ ജനിച്ചത് ഈഴവ സമുദായത്തിലാണ്. അവർ വളർന്നതും അവർ ജീവിക്കുന്നതും ഈഴവ സമുദായവുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ ശ്രീനാരായണ ഗുരുദേവ ധർമ്മപരിപാലന യോഗം എന്ന് പറയുന്ന SNDP യോഗത്തിന്റെ ഭാഗമായിട്ടാണ്. അവർ വിവാഹം ചെയ്തത് പത്രിക മുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ SNDP യോഗത്തിന്റെയും സമുദായത്തിന്റെയും ശിവഗിരിയുടെയും എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നയാളാണ്. നിലവിൽ അവരവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവി കിട്ടിയപ്പോൾ ഇപ്പോൾ ആ കസേരയിൽ SNDP യോഗം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി പദത്തിൽ ഇരിക്കുന്ന ആളെ കാണാൻ പോയി എന്നതുകൊണ്ട് അതിനർത്ഥം അദ്ദേഹം നടത്തിയ വർഗീയതയെ പരാമർശങ്ങളെ പിന്തുണയ്ക്കുകയോ അദ്ദേഹത്തിന് ഏതെങ്കിലും കൊലപാതകത്തിൽ പങ്കുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും അനധികൃത കച്ചവടത്തിൽ പങ്കുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാന്ന് അതിനർത്ഥമില്ല. അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നിടത്താണ് തെറ്റ്. അത് ശരിയല്ലല്ലോ. അത് ആ നിലയിൽ അതിനെ വ്യാഖ്യാനിക്കരുത്. അവര് ഒരു മന്ത്രി എന്നുള്ളതിൽ അവർ ജനിച്ചു വളർന്ന സമുദായത്തിൽ കഴിഞ്ഞ 30 വർഷക്കാലമായി തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി ഒരു സെക്കൻഡ് വിദ്യാസാറിനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കോ ഒക്കെ ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ വിയോജിപ്പുണ്ടാവും. കാരണം അവർ ആ സംഘടനയുടെ ഭാഗമായി നിന്നവരും ഒരുമിച്ച് പ്രവർത്തിച്ചവരും പിണങ്ങി നിൽക്കുന്നവരും ഫൈറ്റ് ചെയ്യുന്നവരുമാണ്. ഞാനതല്ല. ഞാൻ എന്റെ പാർട്ടിയുടെ മന്ത്രിയാണ് ബിന്ദു കൃഷ്ണ. ഈ ഗവൺമെന്റിൽ UDFന്റെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന മന്ത്രിയാണ്. അവർ പോയതിന്റെ നാച്ചുറൽ ജസ്റ്റിസ് ആണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. അവർ ജനിച്ചു വളർന്ന സമുദായത്തിൽ അവർ ആദരിക്കുന്ന അവർ വിശ്വസിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആ ജനറൽ സെക്രട്ടറി പോയി. അതിനെ അദ്ദേഹത്തിന്റെ അനധികൃത കച്ചവടത്തിന് പിന്തുണയാണ്, അനധികൃത കച്ചവടത്തിനുള്ള പിന്തുണയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിനുള്ള പിന്തുണയാണ്, അദ്ദേഹം വർഗീയ സാധൂകരിക്കാൻ വ്യക്തിഗത ചെയ്യുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയും. എനിക്കൊരു സമയം തരണം. നമസ്കാരം ഒഴിവാക്കാമായിരുന്നു. അതാണ് ആ ചിത്രമാണ് ഞാൻ കണ്ടില്ല. അതേ ഉള്ളൂ. അല്ല, ഞാൻ കണ്ടില്ല. ഞാൻ ബിന്ദു ഇത് കേൾക്കൂ. നമ്മളെല്ലാം പരസ്പരം അറിയുന്നവരാണല്ലോ. ഞാൻ ഈ ചർച്ചയിൽ നിങ്ങളുടെ സംഘടനാ ഇഷ്യൂവിൽ ശ്രീ വിദ്യാസാഗർജി എല്ലാവരും പരസ്പരം അറിയുന്നവരാണല്ലോ. അതുകൊണ്ട് പാദ നമസ്കാരത്തെ കുറിച്ചോ അല്ല ഞാൻ പറഞ്ഞത് പാദ നമസ്കാരത്തെ കുറിച്ചോ വാഴ്ത്തുപാട്ടലിനെ കുറിച്ചോ പറയാൻ ഞാനില്ല. ഞാൻ അത്തരം ഒരു തർക്കത്തിനില്ല. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നയാൾ കൊടും ക്രിമിനലാണ് എന്ന് നിങ്ങളെല്ലാവരും കൂടെ പ്രവർത്തിച്ചവർ പറയുന്നു. മഹേശനുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തു വരുന്നതും വെച്ച് അദ്ദേഹം കൊടും ക്രിമിനലാണ്, കൊലപാതകിയാണ്, അദ്ദേഹം അനധികൃത കച്ചവടക്കാരനാണ്, അദ്ദേഹം അനധികൃത പണം സമ്പാദിച്ച ആളാണ് എന്ന് പറയുന്നു. നിങ്ങളെല്ലാവരും, ഞാനും, നമ്മൾ പൊതുസമൂഹം ഒന്നിച്ചാഗ്രഹിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കയ്യാമം വെക്കണമെന്നേ. അതിനെ വിശ്വസിക്കാൻ കഴിഞ്ഞ 10 വർഷത്തെ ഗവൺമെന്റ് ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടല്ലോ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ SNDP യോഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച 3 പേരും പറഞ്ഞതിൽ ഞാൻ പുളകിതനായിരിക്കുകയാണ്. ഞാൻ അഭിമാനം കൊള്ളുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, ആ കുടുംബത്തിന് വിശ്വാസമുണ്ട്, ഈ സർക്കാരിൽ വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. നിങ്ങൾ നൽകിയിട്ടുള്ള നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കേണ്ടതില്ല. അങ്ങിപ്പോൾ പറയുന്നത് ആ കസേരയാണ് മാനിക്കുന്നത്, അല്ലേ? ആ കസേരയാണ് മാനിക്കുന്ന എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. പക്ഷെ ആ കസേരയിൽ അദ്ദേഹത്തിന് തുടരാൻ ഈ സർക്കാരിന് വെച്ചാൽ മുൻ സർക്കാരിന് പിന്തുണയുണ്ടായിട്ടുണ്ട്. ആ കസേരയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കണമെന്നുള്ള ഹർജിയിൽ കോടതി ആദ്യം അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു. അതിൽ സ്റ്റേ വാങ്ങാനുള്ള സമയം കൊടുത്തു വെള്ളാപ്പള്ളിക്ക്. അതിൽ സർക്കാർ നടപടിയെടുത്തില്ല. ഇത് നമ്മുടെ മുന്നിലുണ്ട്. അല്ല, ഈ സർക്കാരിൽ നിന്ന്, UDF സർക്കാരിൽ നിന്ന്, ശ്രീ VD സതീശൻ സർക്കാരിൽ നിന്ന് അങ്ങനെ ഒരു സമീപനം പ്രതീക്ഷിക്കേണ്ട. നിഷ്പക്ഷവും നീതിപൂർവമായ ഇടപെടലുണ്ടാകും. സംഘടനാപരമായ കാര്യങ്ങളോ നിയമപരമായ കാര്യങ്ങളോ അതിന്റെ വഴിക്ക് പോട്ടെ. നിയമപരമായ കാര്യങ്ങളോ സംഘടനാപരമായ കാര്യങ്ങളോ അതിന്റെ വഴിക്ക് പോട്ടെ. അവിടെ നടക്കട്ടെ. നമ്മുടെ മുന്നിലുള്ള വിഷയം എന്താ? മിസ്റ്റർ അനിൽ ബോസും കൂടെ ഞങ്ങളെ സഹായിക്കണം. അത് വിദ്യാസാഗർജിക്ക് അറിയാമല്ലോ. നമുക്ക് അത്തരം കാര്യങ്ങളിൽ ബോധ്യമുണ്ട്. എന്റെ നിലപാട്
ശരി, ശ്രീ അനിൽ ബോസ്, ഒരു കാര്യം കൂടി. ഇപ്പോൾ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു മിനിറ്റ് അങ്ങ് ഈ കാര്യം കൂടി പറയണം. വി എസ് ആണ് ഈ പറഞ്ഞ വെള്ളാപ്പള്ളിയുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങിയിരുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്. നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. വി എസ് ശരിയാണ്, വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ യുദ്ധം, നിയമയുദ്ധം തന്നെ നടത്തിയിരുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്ന ശേഷം ഉമ്മൻചാണ്ടി അതിന്മേൽ ഒന്നും ചെയ്തില്ല എന്ന രൂപത്തിലാണ് ശ്രീ ജയേന്ദ്രൻ പറഞ്ഞ കാലയളവെന്ന് അങ്ങേക്ക് വേണമെങ്കിൽ അതിനെ ഖണ്ഡിക്കാം, ആ കാര്യങ്ങൾ വിശദീകരിക്കാം. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ LDF സർക്കാർ എന്നുള്ളതല്ല, LDF സർക്കാരിൽ തന്നെ VS അച്യുതാനന്ദനെ എതിർത്തു. ഇപ്പോൾ ഇതാ VD സതീശൻ നടപടി എടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു. പിണറായി വിജയൻ ഒരു കാലത്ത് കേരള തൊഗാഡിയ എന്നൊക്കെ വിളിച്ചാണല്ലോ. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷം അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ സമീപനം ഉണ്ടായതെന്ന് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതത് കാലത്ത് ഏതെങ്കിലും നേതാക്കളെയൊക്കെ സ്വാധീനിച്ചാൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യമാണ്. വെറുതെ VS അച്യുതാനന്ദൻ എത്രയോ കാലം വെള്ളാപ്പള്ളി നടേശന്റെ സന്തത സഹചാരിയും അഭ്യുദയകാംക്ഷിയായിരുന്നു. അതെന്താ ജയചന്ദ്രൻ പറയാനത്? എത്രയോ കാലം. അതിനുശേഷം പിന്നീട് ഒരു സാഹചര്യത്തിൽ അദ്ദേഹവുമായി തെറ്റിയപ്പോൾ കണിച്ചുകുളങ്ങരയിൽ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ ദിവസങ്ങളോളം VS അച്യുതാനന്ദൻ സമരം ചെയ്തിട്ടുണ്ടെന്നേ. ഇത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ഇതിന്റെ അകത്ത് ഓരോ രാഷ്ട്രീയ നേതാക്കളും എടുത്തിട്ടുള്ള നടപടികൾ അതാത് കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള നിലയിലാണ്. SNDP യോഗത്തെ പോലൊരു വലിയ സംഘടന അതിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ കൂടെ നിർത്താൻ കഴിയുമോ എന്നുള്ള പരീക്ഷണത്തിന്റെ ഭാഗമായി കൂടെ നിൽക്കുകയും പിന്നീട് കൂടെ നിൽക്കാതെ വരുമ്പോൾ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലല്ല, ഒരു സെക്കൻഡ് നിങ്ങൾ എല്ലാ സമയത്തും നിങ്ങൾ തടസ്സപ്പെടുത്താതെ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ തടസ്സപ്പെടുത്താതെ ഞാൻ പറയുന്നത് ആളുകൾ കേൾക്കട്ടെ. ഞാൻ പറഞ്ഞത് ഈ കാലയളവ് നമ്മൾ പരിശോധിച്ചാൽ 30 വർഷത്തെ കാലയളവ് എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല. ആ കാലയളവിൽ അദ്ദേഹം ഈ കസേരയിൽ ഇരിക്കുമ്പോൾ ഇണങ്ങി പ്രവർത്തിച്ചവരുണ്ട്, ഒരുമിച്ച് പ്രവർത്തിച്ചവരുണ്ട്, എതിർത്ത് പ്രവർത്തിച്ചവരുണ്ട്. നിങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചവരും ഇപ്പോൾ എതിർത്ത് പ്രവർത്തിക്കുന്നവരുമാണ്. രാഷ്ട്രീയത്തിലും അത്തരം നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വെള്ളാപ്പള്ളി നടേശനെതിരെ വന്നിട്ടുള്ള ഇപ്പോഴുള്ള പരാതിയിൽ ഇനി വരുന്ന പരാതികൾ ഉണ്ടെങ്കിൽ സർക്കാരിൽ നിന്ന്, മുഖ്യമന്ത്രിയിൽ നിന്ന്, ഈ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് നീതിപൂർവമായ നിലപാട് ഉണ്ടാകുമോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ 100% ഉത്തരവാദിത്വത്തോടെ ഞാൻ പറയുന്നു, വെള്ളാപ്പള്ളി നടേശനല്ല അതിനേക്കാൾ അപ്പുറത്തെ ആളാണെങ്കിലും ഈ സർക്കാർ സത്യത്തിന്റെ ഭാഗത്തും നീതിയുടെ ഭാഗത്തുമേ നിൽക്കുള്ളൂ. ആ കാര്യത്തിൽ കോൺഗ്രസിന് ഉറപ്പുണ്ട്, UDF ഉറപ്പുണ്ട്, മുഖ്യമന്ത്രിക്ക് ഉറപ്പുണ്ട്, ആഭ്യന്തരമന്ത്രിക്ക് ഉറപ്പുണ്ട്, KC വേണുഗോപാലിന് ഉറപ്പുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. ഈ ചർച്ചയിൽ ഉത്തരവാദിത്വപൂർവ്വം പറയുകയാണ്. ശരി, അപ്പോൾ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നതിനെ നമുക്ക് ഉറപ്പിക്കാം. ശ്രീയേന്ദ്രൻ, അങ്ങും കൈയടിക്കുന്നതിൽ കൂടെയുണ്ടോ? അല്ല, ഒരു പുതിയ ഫോർമാറ്റിനെ കുറിച്ച് കേൾക്കുന്നുണ്ട് സ്മൃതി. അത് ശിവഗിരി മഠത്തിലെ പ്രമുഖനായ ഒരു സ്വാമി കേൾക്കാൻ കാരണം 25-ാം തീയതി മറ്റേ ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട SNDP യുമായിട്ട് ബന്ധപ്പെട്ട കേസും ഹൈക്കോടതി വരുന്നുണ്ട് ഈ മാസം 25-ന്. അപ്പൊ ശിവഗിരി മഠത്തിലെ ഏറ്റവും പ്രമുഖനായ അറിയപ്പെടുന്ന ഒരു സ്വാമി ഗോകുലം ഗോപാലേട്ടൻ, പിന്നെ സൗത്ത് ഇന്ത്യൻ വിനോദ്, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചിലരുടെ പേരും കേൾക്കുന്നുണ്ട്, ഈ പാനലിലുള്ള ചിലരുടെ പേരും കേൾക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ. ഒപ്പം ചില രാഷ്ട്രീയ നേതാക്കൾ, സുധീരൻ ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു ഫോർമേഷൻ വരുന്നതായി കേൾക്കുന്നുണ്ട് സജീവമായിട്ട്. അതവിടെ നിൽക്കട്ടെ, ആ സമയത്തേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ മറ്റൊരു കാര്യം, ഈ അഴിമതിയെ കുറിച്ച് പറഞ്ഞല്ലോ, വലിയ തോതിൽ ഉമേഷ് ചള്ളിലിന്റെ സഹോദരി പുത്രി ഒരു അധ്യാപിക 40 ലക്ഷം രൂപയാണ് കൊടുത്തത്. ഒരുപക്ഷെ വക്കീലിനത് അറിയാൻ സാധിച്ചേക്കും. കിട്ടിയില്ല, നിയമനം കിട്ടിയില്ല. കൊടുത്തത് വെള്ളാപ്പള്ളിയുടെയോ തുഷാറിന്റെയോ ഒന്നുമല്ല, മരിച്ച അശോകന്റെയിലായിരുന്നു എന്നുള്ളത്, മഹേഷിനാണെന്നുള്ളത് വേറെ രേഖകളുണ്ട്. ഉമേഷ് ചള്ളിയിൽ കൊടുങ്ങല്ലൂരാണല്ലോ താമസിക്കുന്നത്. അതുപോലെ പിന്നെ ഈ നമ്മുടെ വൈക്കത്തെ ശ്യാംദാസ് സെക്രട്ടറി ആയിരുന്നത്, മീറ്റർ പലിശയ്ക്ക് പണം കൊടുത്തിരുന്ന ആളെന്നാണല്ലോ അപഖ്യാതി. അദ്ദേഹം കോവിഡ് വന്ന് മരിച്ചു പോയി ദൗർഭാഗ്യവശാൽ. അദ്ദേഹത്തിന്റെ ഭാര്യയും പിന്നീട് മരിച്ചു. അത് എത്ര കോടി രൂപയുടെയാണ് ആ ആരോപണം നേരിടുന്നത്? വെള്ളാപ്പള്ളി നടേശന്റെയിലാണോ പൈസ? തുഷാർ വെള്ളാപ്പള്ളിയുടെയാണോ പൈസ? അശോകന്റെയിലാണോ? അല്ലല്ലോ. നിങ്ങൾക്കൊന്നും അറിയാത്തതല്ല അതൊന്നും. അപ്പൊ ആരോപണങ്ങൾ പല തരത്തിലുണ്ട്. അതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ വന്നിരുന്ന വെള്ളാപ്പള്ളി എന്ന ഒരൊറ്റ വ്യക്തിയെ എത്രത്തോളമാണ് നിങ്ങൾ ഈ കോടതിയിൽ തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഇവിടെ വന്നിരുന്ന ചാനൽ ചർച്ചയിൽ നിങ്ങളെ പോലെ ഉത്തരവാദിത്തമുള്ളവർ പറയുന്നത്? ഞാൻ ശ്രീ CK വിദ്യാസാഗറിനെ അല്ല പറയുന്നത്, അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്ന ആളല്ല, ആ മാന്യത വിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടില്ല. പക്ഷെ ബാക്കി ഉള്ള രണ്ടുപേരും അദ്ദേഹത്തെ എത്രയെത്ര നിലയിലാണ് അപഹസിക്കാൻ അല്ലെങ്കിൽ അപമാനിക്കാൻ തന്നെ ശ്രമിച്ചത്. തെളിവുകളുടെ അഭാവത്തിൽ ആണോ അല്ലയോ എന്നുള്ള അവർ സ്വയം പരിശോധിച്ചാൽ മതി. അഡ്വക്കേറ്റ് ആണല്ലോ, പരിശോധിച്ചാൽ മതി. കോടതിയിലാണ് തെളിയിക്കപ്പെടേണ്ടത്.
ചാനൽ ചർച്ചയിലല്ല തെളിയിക്കാൻ നടക്കേണ്ടത്. പക്ഷേ പല വിമർശിക്കാം. ഒരു കേസുകളും കുഴപ്പമില്ല. ശ്രീജയേന്ദ്രൻ കോടതിയിലേക്ക് എത്തുന്നില്ല എന്നുള്ള കാര്യത്തിൽ കോടതി തന്നെ വിമർശനം പറഞ്ഞ് അങ്ങ് തന്നെ അത് വായിച്ചല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, അതിനെ സംബന്ധിച്ച് 32 പേജുള്ള പിന്നെ സൂയിസൈഡ് നോട്ടിനെ കുറിച്ചല്ലല്ലോ ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ഇവര് ആ സൂയിസൈഡ് നോട്ടിനെ കുറിച്ച് സംസാരിക്കുന്നു പറയുകയും അതിന്റെ ഇടയ്ക്കൂടെ തിരികെ ഇദ്ദേഹത്തിനെതിരെ, വെള്ളാപ്പള്ളിക്കെതിരെ നിശിതമായി വിമർശിക്കാൻ അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കാൻ പഴുതുകൾ കണ്ടെത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ ഉമേഷ് പക്ഷേ ഈ സൂയിസൈഡ് നോട്ട് വായിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തിരികേണ്ട കാര്യമില്ല ശ്രീജേന്ദ്രൻ, അത്രയധികം ഉണ്ടതിൽ. മഹാകവി കുമാരനാശാനെ ടി കെ മാധവൻ പല പ്രാവശ്യം വിമർശിച്ചിട്ടുണ്ട്. മഹാകവി കുമാരനാശാനെ വിമർശിച്ചിട്ടുണ്ട്. മഹാകവി കുമാരനാശാൻ വെള്ളാപ്പള്ളി ഒരു 10,000 പേര് പഠിക്കുന്ന ഒരു ബി.എഡ് കോളേജ് ഉൾപ്പെടെയുള്ള 7ാം ക്ലാസ് മുതൽ ബി.എഡ് കോളേജ് വരെയുള്ള സ്ഥാപനം ഇല്ലേ ശ്രീകണ്ഠേശ്വരം? എന്താണ് അവിടെ നടന്നിട്ടുള്ളത്, നടക്കുന്നത്? ഇപ്പോഴും ഇതറിയാത്ത ആൾക്കാരൊന്നും അല്ല നിങ്ങളാരും എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അപ്പൊ ഈ അഴിമതി എവിടൊക്കെയാണ് ഇങ്ങനെ പരന്ന് വ്യാപിച്ച് കിടക്കുന്നതെന്ന് അറിയാത്ത ആൾക്കാരൊന്നും അല്ല നിങ്ങളാരും. അതെനിക്കും അറിയാവുന്ന ഞാൻ ശരി, അങ്ങ് യോജിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ ശ്രീജേന്ദ്രൻ, സമുദായത്തിന്റെ ഉന്നമനത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന വെള്ളാപ്പള്ളി ഓരോ നിയമനത്തിനും സമുദായ അംഗങ്ങളിൽ നിന്ന് തന്നെ എത്രത്തോളം കോഴ വാങ്ങുന്നു എന്ന യാഥാർത്ഥ്യം കൂടി ആ 40 ലക്ഷത്തിന് കണക്കിപ്പോൾ അങ്ങ് പറയുമ്പോൾ ഇത് മലബാറിൽ ഞങ്ങൾക്കിതാ സ്ഥാപനങ്ങളില്ല എന്ന് കരഞ്ഞത് എന്തിനായിരുന്നു ഇപ്പൊ മനസ്സിലായല്ലോ. അല്ല, അങ്ങോട്ട് മാത്രമായിട്ട് കുരുക്ക് മുറുക്കുന്നത് ഏത് സമുദായത്തിലാണ് വാങ്ങിക്കാത്തത്? എല്ലാത്തിനും ശബ്ദമുയർത്തിയ നടപടിയെടുക്കാമായിരുന്ന ഒരു കാലമായിരുന്നല്ലോ, 10 വർഷം ഒരു കാലമായിരുന്നല്ലോ. സമുദായ നേതാക്കൾക്ക് നടപടി എടുക്കാനാണ് കഴിഞ്ഞ 10 വർഷം നടക്കുന്ന കാര്യമാണ് കേരളത്തില്. നടക്കുവോ? സമുദായ നേതാക്കൾ ഇപ്പം സമുദായ നേതാക്കൾ പ്രവർത്തിക്കുന്നത് അവരുടേതായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനങ്ങളിൽ കോഴ വാങ്ങുന്നത് തടയാൻ പറ്റുമല്ലോ, അല്ലാതെ നേരെ പോയി കയ്യാമ വയ്ക്കുക എന്നുള്ളല്ലോ. ഇതിൽ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാം, അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളായി നമ്മൾ കണ്ടത് ഈ കാറിൽ കയറ്റലും പൊന്നാട അണിക്കലുമായിരുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അത് ജനം തിരിച്ചറിയുകയും വോട്ടിങ്ങിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മതേതര വോട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചെന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. നോക്കാം ഈ കേസിൽ എത്രത്തോളം VDS സർക്കാർ മുന്നോട്ട് പോകും എന്ന്. വളരെ നന്ദി അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, അഡ്വക്കേറ്റ് S ചന്ദ്രസേനൻ, അഡ്വക്കേറ്റ് KM സന്തോഷ്, അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഒപ്പം തന്നെ ശ്രീജയേന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്തത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.